മഞ്ജു ബിഗ് ബോസിൽ ചെയ്തു എന്ന് പറയുന്നത് എല്ലാവരും കോമൺ ആയിട്ട് കണ്ടു എന്നൊരു ഇതായിരുന്നു ഉണ്ടായത്. അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ബിഗ് ബോസിന് ശേഷം ഞാൻ അനുഭവിച്ച സൈബർ ബുള്ളി, ആ സമയത്ത് ടെലികാസ്റ്റിംഗ് പോയ എപ്പിസോഡുകൾ ചേട്ടനെടുത്ത് നോക്കണം. ഇവളെ ഒഴിവാക്കൂ എന്ന് പറയുന്ന കമൻറ്റിന് 14-16K ലൈക്കാണ് വരുന്നത്. അത്ര നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവിൻ്റെ അങ്ങേ അറ്റം. എന്നോട് പറയുമ്പോൾ എൻ്റെ അമ്മ കരയുന്നുണ്ട്, പക്ഷെ അവരോട് എൻ്റെ അമ്മ ആരെന്ത് പറഞ്ഞാലും എൻ്റെ കൊച്ചിനെ എനിക്കറിയാം, നിങ്ങൾ അതിനകത്ത് ഇടപെടണ്ട. അപ്പോൾ അതൊക്കെ പിന്നീട് വേണ്ടായിരുന്നു തോന്നിട്ടു, എന്തെങ്കിലും പറഞ്ഞു അത് വേണ്ട പിൻവലിച്ചക്കാര് തോന്നിട്ടു. എൻ്റെ അമ്മച്ചൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പി. മോഹൻലാലിൻ്റെ പടത്തിൽ എൻ്റെ മോള് അങ്ങനെ ഇരിക്കുമ്പോൾ അതിന് 10 ദിവസം മുൻപ് എനിക്കൊരു വലിയ ആക്സിഡൻ്റ് ഉണ്ടായി. ഒന്നും അറിയാത്ത കുഞ്ഞിനെ എൻ്റെ പപ്പ, എൻ്റെ അമ്മ, എൻ്റെ ആങ്ങള, എനിക്ക് നിങ്ങൾ പുരുഷന്മാരോടാ പറയാനുള്ളത്, ദേഷ്യം വരും എനിക്ക് ആ കാര്യം കാണുമ്പോൾ. വലിയ വാക്കുകളാണ് ബിനു അടിമാലിയൊക്കെ, വലിയ വാക്കുകൾ ധർമ്മമാണ്. അതെന്താണ് ശരിക്കും അത്തരം ഒരു വാക്കുതർക്കത്തിലേക്ക് പോകേണ്ട കാര്യം ഉണ്ടാകും? ബിൻചേട്ടൻ എന്നോട് ചിലപ്പോൾ പിണക്കമായിരിക്കും. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ് ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്. നമസ്കാരം, ഞാൻ ട്രിവാൻഡ്രത്താണ്. ഞാൻ കുറേ ദിവസങ്ങളായി ഒരാളെ പിന്തുടർന്നുള്ള യാത്രയായിരുന്നു. പക്ഷേ കൊച്ചിയിൽ നിന്ന് വിളിക്കുമ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് വിളിക്കുമ്പോൾ കൊച്ചിയിൽ നിന്ന്. പക്ഷേ ഇന്ന് ഒന്നുമല്ലാതെ അങ്ങ് വിളിച്ചപ്പം ട്രിവാൻഡ്രത്ത് ഞങ്ങൾ കൊണ്ട് ഒരുമിച്ചെടുത്തു. മറ്റാരുമല്ല, മഞ്ജു പത്രസ്. നമസ്കാരം. ശരിയാണ് ഞാൻ പറഞ്ഞത്? ശരിയാണ്. അതെന്താ ഞാൻ വിളിക്കും ഇങ്ങനെ മാറിപ്പോകുന്നു? അങ്ങ് പിടി തരാതെ എന്താണ് വഴുതി പോയതാ. ഒന്നുമില്ല, ഷൂട്ടിന്റെ തിരക്കായിരുന്നു കേട്ടോ. സത്യമായിട്ട് ഷൂട്ടിന്റെ തിരക്കായിരുന്നു. എന്തുണ്ട് വിശേഷമൊക്കെ? നല്ല വിശേഷം, നന്നായി പോണു. എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് പോണു. ഇപ്പോ കാര്യങ്ങൾക്ക് തന്നെ നമുക്കൊരു എയിം ഉണ്ടല്ലോ. അപ്പോ ആ സാധനം അവിടെ ഉള്ളതുകൊണ്ട് നന്നായി പണിയെടുക്കും. അപ്പൊ അതുകൊണ്ട് കാര്യങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട്. എത്തേണ്ട സ്ഥലത്ത് എത്തുന്ന വരെയുള്ള ഓട്ടമാണ്. എത്തേണ്ട സ്ഥലത്ത് നമ്മളൊരു സ്റ്റോപ്പ് ആദ്യം നമ്മൾ എയിം ചെയ്ത് വെക്കും. അത് കഴിയുമ്പോൾ ആ സ്റ്റോപ്പ് കുറച്ച് അപ്പുറത്തേക്ക് മാറും. പിന്നെ നമ്മൾ അങ്ങോട്ട് ഓടണം. അത് കഴിയുമ്പോൾ അപ്പുറത്തോട്ട് മാറും. അങ്ങനെ ഇങ്ങനെ ഓരോ സ്റ്റോപ്പിൽ നിന്ന് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓട്ടം നിർത്താൻ കഴിയുന്നില്ല. ഓട്ടം നിർത്താൻ പറ്റൂലല്ലോ, നമ്മൾ ഓടാൻ തീരുമാനിച്ച ഓടിയേ പറ്റൂ. കുറേ ആയി ഓടുന്നത്. കുറേയായി. വേണ്ടിടങ്ങളിൽ എത്തിപ്പെടുന്നില്ല എന്നൊരു പരിഭവം എന്തെങ്കിലും ഉണ്ടോ? ചില സമയത്ത് അങ്ങനെ ഒരു പരിഭവം തോന്നും. പിന്നെ ഞാൻ തന്നെ തിരുത്തും. എനിക്ക് കിട്ടുന്ന എല്ലാം ബോണസാണ്. ഞാൻ കിഴക്കമ്പലത്തെ ഒരു വീട്ടിന്റെ അടുക്കളയിൽ ദോശയും ചുട്ടുകൊണ്ടിരുന്ന ഒരു സ്ത്രീയല്ലേ. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാനൊരു ലൈം ലൈറ്റിലേക്ക് എത്തുക എന്ന് പറയുന്നത് തന്നെ എനിക്ക് കിട്ടിയൊരു ബോണസാണ്. ഞാൻ ഒന്നും വീട്ടിൽ നിന്ന് ഇപ്പൊ നമ്മൾ എന്ത് ജോലിയിൽ പോയാലും നമുക്ക് അതിന് പഠിക്കണം, അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങിയാൽ നമുക്ക് അതിന് ഇൻവെസ്റ്റ്മെന്റ് വേണം, ഒക്കെ വേണം. എന്നെ സംബന്ധിച്ച് ഞാൻ ഇതൊന്നും ഇല്ലാതെ വന്ന ഒരാളാ. പ്രത്യേകിച്ച് നമുക്ക് ഇൻഡസ്ട്രിയിൽ പരിചയക്കാരില്ല, അല്ലെങ്കിൽ നമുക്ക് മുൻതലമുറക്കാരില്ല, ആരുമില്ല. അപ്പോൾ എനിക്ക് ദൈവം ഒരു വഴി അവിടെ വെച്ചിരുന്നു, ഞാൻ അവിടെ എത്തി. അപ്പം ഇനി അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പരാതി പറയാൻ ഞാൻ ആളല്ല. എനിക്ക് കിട്ടുന്ന എന്നിലേക്ക് വരുന്ന സംഗതികൾ നന്നാക്കി ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. അതുകൊണ്ട് ഇപ്പം എനിക്ക് വലിയ സങ്കടമൊന്നുമില്ല. എവിടെയെങ്കിലും വഴുതിപ്പോയി എന്ന് തോന്നുന്നുണ്ടോ നമ്മുടെ യാത്രകൾ? ഇല്ല, വഴുതി പോയിട്ടൊന്നുമില്ല. വഴുതിപ്പോയി എന്നല്ല, എനിക്ക് തോന്നുന്നു ഈ ഭാഗ്യം എന്ന്, ഞാൻ നല്ലോണം ഭാഗ്യമുള്ള ഒരാളാണ്, പക്ഷെ അതിനപ്പുറത്തേക്ക് കൂടി ഭാഗ്യം വേണമെന്ന് തോന്നുന്നു. എന്താണ്, എവിടെയാണ് എനിക്ക് പാളിച്ച പറ്റിയെന്ന് ഞാൻ ഇതുവരെ വിശ്വസിക്കുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു വർക്കിന് എന്നെ വിളിക്കുന്നു, ആ വർക്കിൽ ഞാൻ അലംഭാവം കാണിച്ചാൽ എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണ്. എൻ്റെ ഡേറ്റുകൾ ഞാൻ കുഴപ്പിച്ച എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണ്. ഞാൻ സമയത്തിന് എത്താതിരുന്ന എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണ്. ഇതൊന്നും ഞാൻ ചെയ്യുന്നില്ല. എന്നോട് പറയുന്ന ഡേറ്റുകൾ ഞാൻ കൃത്യമായിട്ട് ആർക്കും ബുദ്ധിമുട്ടില്ലാതെ ചെയ്യുന്നുണ്ട്. അഭിനയിക്കാൻ പറഞ്ഞാലും വലിയ കുഴപ്പമില്ലാതെയൊക്കെ അഭിനയിക്കുന്ന ഒരാളാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു പ്രശ്നത്തിനും ഞാൻ നിൽക്കാറില്ല. എൻ്റെ വർക്ക് കഴിഞ്ഞ് ഞാൻ തിരിച്ച് റൂമിൽ വരുന്നു, ഞാൻ
അങ്ങനെ വളരെ മാന്യമായിട്ട് പ്രൊഫഷനെ കൊണ്ടുപോകുന്ന ഒരാളാണെന്നാണ് ഞാൻ എന്നെ വിലയിരുത്തുന്നത്. അപ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് എനിക്ക് പാളിച്ച പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പാളിച്ച സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ഉദാഹരണം കുറെ ഇപ്പൊ പറഞ്ഞു. ഇവിടെ എവിടെയോ വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട്. മഞ്ജുവിന്റെ കാര്യത്തിൽ എവിടെയൊക്കെ വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട്. ഞാൻ മഞ്ജുവിനെ ഫോളോ ചെയ്യുന്ന ആളാണ്, മഞ്ജുവിന്റെ ജീവിത സാഹചര്യങ്ങൾ അറിയുന്ന ഒരാളാണ്, മഞ്ജുവിന്റെ യാത്ര ഞാൻ നോക്കുന്നതാണ്. എവിടെയോ പാളിച്ചകൾ സംഭവിക്കുന്നു. എങ്ങനെ സംഭവിക്കുന്നുള്ള മഞ്ജു വിലയിരുത്തപ്പെട്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്നുള്ളതായിരിക്കും സത്യം. ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോഴൊക്കെ നമുക്ക് വിഷമം തോന്നും. കാരണം നമ്മുടെ കരിയറിൽ ഇപ്പോൾ നമ്മൾ കുറേ എന്തോ ചെയ്തു എന്നുള്ളതല്ല, നമ്മൾ എന്ത് ചെയ്തു എന്ന് തിരിഞ്ഞു നിന്ന് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഒരു 40ഓളം സിനിമകൾ ചെയ്ത ഒരാളാണ്. ഈ പറയുന്ന അളിയൻസ് എന്ന് പറയുന്ന സിറ്റ്കോം കഴിഞ്ഞ 6 വർഷമായിട്ട് ചെയ്യുന്ന, അതിപ്പോൾ 1000 എപ്പിസോഡുകൾക്ക് മേലെയായി. 2 സ്റ്റേറ്റ് അവാർഡ് അതിൻ്റെ വീട്ടിലിരിപ്പുണ്ട്. ഇതൊക്കെ അതിൻ്റെ ഭാഗത്തുള്ള ഉണ്ടാകുമ്പോഴും മഞ്ജു എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു പക്ഷേ തങ്കം അതല്ലെങ്കിൽ അങ്ങനെ വിരലിലുണ്ടാവുന്ന 2-3 സംഗതികൾ അല്ലാതെ അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ എനിക്ക് അങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമം തോന്നാറുണ്ട്, എന്താണ് എനിക്ക് സംഭവിക്കുന്നതെന്ന്. പക്ഷേ അതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്താനൊന്നും ഞാൻ ഇതുവരെ മെനക്കെട്ടിട്ടില്ല. ഈ സിനിമയിൽ ഒരു ഗ്യാങ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട്. പലപ്പോഴും എനിക്കത് പേഴ്സണലി തോന്നിച്ചിട്ടുണ്ട്. പിന്നെ എന്താണെന്നറിയോ ഏട്ടാ, അതിപ്പോൾ ആരുടെയും കുറ്റമൊന്നും ആയിരിക്കില്ല. ഇപ്പോൾ ഞാനൊരു സിനിമ എടുക്കാൻ തീരുമാനിച്ചാൽ എൻ്റെ സുഹൃത്തുക്കളെയും എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആളുകളെയും അതല്ലെങ്കിൽ എൻ്റെ കൂടെ ചിരിക്കുന്ന, എന്നോട് തമാശ പറയുന്ന അങ്ങനെയുള്ള ആളുകളെ ഉൾപ്പെടുത്താനായിരിക്കും ഞാൻ ശ്രമിക്കുക. അതുപോലെ ആയിരിക്കും ഇപ്പുറത്തെ സൈഡും. അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആളുകളെ വെച്ചിട്ട് എന്തായാലും ബെൽറ്റ് ഉണ്ട് എന്നുള്ളത് ഉറപ്പാണെന്ന് എനിക്ക് തോന്നിച്ചിട്ടുണ്ട്. ഈ മഞ്ജുവിനെ ഏതെങ്കിലും സിനിമയിലേക്ക് എടുത്തതിന് ശേഷം മഞ്ജുവിനെ ഒഴിവാക്കിയതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഒന്നിപ്പോൾ എന്നെ വിളിച്ചിട്ട് ഇപ്പം ഈ അടുത്ത് ഒരു കുറച്ച് നാൾ മുമ്പ് ഞാനൊരു EMI എന്ന് പറഞ്ഞിട്ടൊരു പടം ചെയ്യുന്നിരുന്നു ജയൻ ചേട്ടനായിട്ട്, ചേർത്തല ജയൻ ചേട്ടൻ. അപ്പോൾ ഒരു മെയിൻ സ്ട്രീമിലൊന്നും വരാതിരുന്ന ഒരു ചെറിയ സിനിമയാണ്. അപ്പോൾ പക്ഷേ പെർഫോം ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു ഏരിയ ഉണ്ടായിരുന്നൊരു സിനിമയായിരുന്നു. ഞാൻ നല്ല എൻജോയ് ചെയ്ത് അഭിനയിച്ചൊരു സിനിമയാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡായിട്ടാണ് ജയൻ ചേട്ടൻ. ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഒരു കെമിസ്ട്രിയൊക്കെ വർക്കൗട്ട് ചെയ്തു. നല്ല രസമായിട്ട് പോയി ആ പടം. അപ്പോൾ ആ സിനിമയുടെ സമയത്ത് ജയൻ ചേട്ടൻ പറഞ്ഞ അപ്പോൾ ജയൻ ചേട്ടനാണ് അതിൻ്റെ കാസ്റ്റിംഗ് ഒക്കെ നടത്തിയത്. ജയൻ ചേട്ടനായിരുന്നു. അപ്പോൾ ജയൻ ചേട്ടൻ പറഞ്ഞു, ഞാൻ മഞ്ജുവിനെ തന്നെ വേണമെന്ന് വാശി പിടിച്ച്, എന്തായാലും അത് നന്നായി പെർഫോം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നല്ലോണം മോട്ടിവേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ ജയൻ ചേട്ടൻ അടുത്തൊരു പടം ചെയ്യുന്നുണ്ട്, അതിന് നീ ഉണ്ടാവും, എന്തായാലും ഒരു ക്യാരക്ടർ ഉണ്ടാവും എന്ന് പറഞ്ഞു. അതുകൂടാതെ എന്നോട് അനീഷ് രവി, എൻ്റെ കൂടെ ചെയ്യുന്ന ചേട്ടൻ അനീഷ് രവി പറഞ്ഞു, നിന്നൊരു പടത്തിൽ നിന്ന് വിളിക്കുമായിരിക്കും, മറ്റേ ജയൻ ചേട്ടൻ്റെ പടത്തിൽ നിന്ന് വിളിക്കുമായിരിക്കും, ഇങ്ങനെ അവർ സംസാരിച്ചിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നോട് നേരത്തെ ജയൻ ചേട്ടൻ പറഞ്ഞിരുന്നു അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു. അങ്ങനെ പടം തുടങ്ങാൻ ഈ 2 മാസം മുമ്പാറ്റേന്ന് തോന്നുന്നു പടം തുടങ്ങി. എന്നെ അതിൻ്റെ കൺട്രോളർ കൽപ്പന മോള് അഭിനയിച്ചാണ്. ഞാൻ ലൊക്കേഷനിൽ പോയിട്ടുണ്ട്. തീർന്നോന്ന് എനിക്കറിയില്ല. തീർന്നോ? എൻ്റെ ഒരു അറിവിൽ തീർന്നതാണ് കേട്ടോ. അറിയില്ല, ഇപ്പോഴും വിളിക്കുന്നോർത്താണ് ഇരിക്കണത്. അല്ല, അതെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ എന്നെ അതിൻ്റെ കൺട്രോളർ സജീബുക്ക വിളിച്ചിരുന്നു. അപ്പോൾ സജീബുക്ക വിളിച്ചിട്ട് ഇതേപോലെ ഇന്ന ഡേറ്റ് മുതൽ ഇന്ന ഡേറ്റ് ഫ്രീ ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഫ്രീ ആണ് സജീബുക്ക എന്ന് പറഞ്ഞു. നമ്മുടെ ചേഞ്ചേണ്ട പടമാണ്, ഇതേപോലെ എന്താ റെമ്യൂണറേഷൻ ഞാൻ പറയേണ്ടത്, ചേഞ്ചേണ്ട പടമല്ലേ, എന്താന്ന് വെച്ചാൽ പറയും, ഇന്നതാണ് എൻ്റെ റെമ്യൂണറേഷൻ, പിന്നെ ചേഞ്ചേണ്ട പടമല്ലേ, അവർക്ക് എന്താ പറ്റുകയെന്ന് വെച്ചാൽ പറയൂ എന്ന് പറഞ്ഞ് അതൊക്കെ കഴിഞ്ഞു. പക്ഷേ അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ അളിയൻസിൻ്റെ ലൊക്കേഷനിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതേപോലെ ഈ പടത്തിൻ്റെ കാര്യം അവിടെ ഇങ്ങനെ നടക്കണു എന്ന് കേട്ടു. അപ്പം ഞാൻ പടം തുടങ്ങിയല്ലേ എന്നാണ് അപ്പോഴും ഞാൻ വിചാരിച്ചു. ഇപ്പം നിങ്ങൾ പറഞ്ഞപ്പോഴാണ് എനിക്കറിയില്ല. അപ്പം എന്നോട് അങ്ങനെ എന്തോ പറഞ്ഞ പോലെ തോന്നി. അപ്പം അത് കഴിഞ്ഞ് സജീബക്ക വേറെ എന്തോ കാര്യത്തിന് വേണ്ടി എന്നെ വിളിച്ചപ്പോൾ, നിങ്ങൾ പോപ്പാ, നിങ്ങൾ പടം തുടങ്ങിയിട്ട് നമ്മളോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് തമാശയ്ക്ക് പറയുകയും ചെയ്തു. അപ്പോൾ മഞ്ജു എന്നോട് നീ അങ്ങനെ സംസാരിക്കല്ലേ മോളെ, പടം അടുത്ത ഷെഡ്യൂൾ ആവാൻ പോണേ ഉള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞു. എനിവേ അത് വിളിച്ചാലും സന്തോഷം, വിളിച്ചില്ലെങ്കിലും പരാതി. മനഃപൂർവ്വം മാറ്റി നിർത്താനായിട്ട് വല്ല ഫീൽ ചെയ്തോ? അറിയില്ല. അപ്പൊ എനിക്ക് അതിനൊന്നും റീസൺ എന്താണെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ സംഭവിക്കാനായിട്ട് എന്താണ് എൻ്റെ പ്രശ്നം എന്താണെന്നുള്ളത് എനിക്കറിയില്ല. മഞ്ജുവിന് വരും എന്നുള്ള ഒരു വിശ്വാസം, ഇപ്പൊ അങ്ങനെ ഒരു വിശ്വാസമാണ് എനിക്ക്.
അത് അങ്ങനെ കാണാൻ എനിക്കിഷ്ടം. ആ സിനിമ ചിലപ്പോൾ എൻ്റെ വിധിയിൽ എഴുതിയിട്ടുള്ളതായിരിക്കില്ല. എനിക്കുള്ളത് മസ്റ്റായിട്ടും, ചേട്ടനുള്ളത് ചേട്ടന് മസ്റ്റായിട്ട് വന്നിരിക്കും, എനിക്കുള്ളത് എനിക്ക് മസ്റ്റായിട്ട് വന്നിരിക്കും എന്നുള്ളത് എൻ്റെ ലൈഫിൽ തന്നെ എനിക്ക് അതിന് തെളിവുണ്ടായിട്ടുണ്ട്. ഈ പറയുന്ന നമ്മുടെ മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്ന് പറയുന്ന സിനിമ, ഇതേപോലെ എന്നെ സിനിമയിൽ നിന്ന് വിളിച്ച് ഞാൻ ഞെട്ടിപ്പോയി. ലാലേട്ടൻ്റെ സിനിമയിൽ അത് 8 9 10 സീനാറ്റുണ്ട്, അത് ഫുള്ള് ലാലേട്ടൻ്റെ കൂടെ കോമ്പിനേഷൻ വരുന്ന വലിയ സിനിമയിൽ എന്നെ വിളിച്ചപ്പോൾ, എന്നെ ആദ്യം വിളിക്കുമ്പോൾ ഞാൻ മഞ്ജു പത്രോസാണ്, മാറിയതല്ലല്ലോ. അല്ല, ഞാനൊത്തിനി മഞ്ജു ചേച്ചിനെ ആരെങ്കിലും ആയിരിക്കും വിളിച്ച. അപ്പൊ അങ്ങനെ ഇല്ല, മഞ്ജു തന്നെയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഭയങ്കര ആരോടും പറഞ്ഞില്ല. കാരണം സിനിമയല്ലേ, നടക്കൂല്ലോ എന്നൊന്നും അറിയില്ലല്ലോ, അതും ഇത്രയും വലിയൊരു പ്രൊജക്റ്റ്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. എൻ്റെ അമ്മച്ചക്കാരനപ്പോൾ ഭയങ്കര ഹാപ്പി. മോഹൻലാലിൻ്റെ പടത്തിൽ എൻ്റെ മോള്. അങ്ങനെ ഇരിക്കുമ്പോൾ അതിന് 10 ദിവസം മുൻപ് എനിക്കൊരു വലിയ ആക്സിഡൻ്റ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ, ബൈക്കിന് പോയപ്പോൾ ഞാൻ വീണ്, ബൈക്കിൽ നിന്ന് വീണ്, ഞാൻ സുനിച്ചിനും കൂടിയാണ് പോയത്. ഞാൻ വീണ് എൻ്റെ ഈ വശം ഫുള്ള് കീറിപ്പോയി. അതായത് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് ആ ഫോട്ടോ. എനിക്കത് കാണുമ്പോൾ പേടിയാണ്. ഇത്രയും ഭാഗം കീറിപ്പോയി. അപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു സ്റ്റിച്ച് ചെയ്യണ്ട, ആർട്ടിസ്റ്റ് അല്ലേ, ആ കൊച്ചിന് പിന്നെ ആ ജോലി ചെയ്യാൻ പറ്റില്ല, കാരണം ഈ ഭാഗം ഇങ്ങനെ കോടിപ്പോകും, അതിന് പ്ലാസ്റ്റിക് സർജറി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വേറെ കോലഞ്ചിയിലോട്ടോട്ട് പോയി, വേദന കൊണ്ട് പൊളയാണ്. അപ്പം ഇതൊന്നും ഓർമ്മയില്ല. പ്ലാസ്റ്റിക് സർജറി തന്നെ 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പടത്തിൻ്റെ കാര്യമുണ്ടല്ലോ ഈശ്വര, ഇനി എനിക്കത് ചെയ്യാൻ പറ്റൂലല്ലോ. ഞാൻ ഭയങ്കര വിഷമത്തിലാണ് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചത്. സാറ് വിളിച്ചപ്പോൾ ഫോൺ എടുത്തു. സാറിനോട് പറഞ്ഞു, സാറേ എനിക്കിങ്ങനെ ഒരു ആക്സിഡൻറ്റ് പറ്റി, അപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റൂലായിരിക്കും, മുഖത്തിനാണ് പറ്റിയത് എന്ന് പറഞ്ഞു. അയ്യോ എന്ത് പറ്റി, വേഗം ഫോട്ടോ അയച്ചു തന്നേന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഭയങ്കര വിഷമത്തിലാണ് ഫോട്ടോ അയച്ചു കൊടുക്കുന്നത്. ബൈക്കിൽ നിന്ന് വീണ്ടും ചരലിലോട്ടാണ് വീണത്. അപ്പം അതിങ്ങനെ ഒരഞ്ഞു പോയി. അപ്പോൾ വേഗം ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞു. ഫോട്ടോ അയച്ചു തന്നപ്പോൾ ഞാൻ സാറിൻ്റെ റെസ്പോൺസ് അങ്ങനെയല്ല ഞാൻ പ്രതീക്ഷിച്ചത്. സാറിന് ഇതുള്ളോ, സാറിയില്ല. പക്ഷേ എനിക്കറിയാം അത് ഭീകരാവസ്ഥയാണെന്നറിയാം. കാരണം എൻ്റെ ഈ മുഖം വേറെ ആരെയോ പോലെയാണ് ഇരിക്കുന്നത്. എനിക്ക് എൻ്റെ സ്വന്തം മുഖം ഇത് മാത്രമേ ഉള്ളൂ, ഈ വശം വേറെ ആരെയോ പോലെ ഇരിക്കുക. അപ്പോൾ എന്നോട് സാറ് പറഞ്ഞു, അപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞു 10 ദിവസം കഴിയുമ്പോൾ സ്റ്റിച്ചൊക്കെ തനിയെ പൊട്ടിപ്പൊക്കോളും, ഇനി അതിനു വേണ്ടി വരേണ്ടി വരില്ല. അപ്പോൾ എന്നോട് സാറ് പറഞ്ഞു ഒരു 2-3 ദിവസം കഴിയുമ്പോൾ ഒന്ന് ഫോട്ടോ അയച്ചതാ, നമുക്ക് നോക്കാം, പേടിക്കണ്ട, ടെൻഷനൊന്നും വേണ്ട എന്ന് പറഞ്ഞു. 2-3 വീട്ടിൽ നിന്ന് അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ഞങ്ങൾ വീട്ടിൽ വന്നപ്പോഴും എനിക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടോ. കണ്ണാടി പോലും നോക്കാൻ തോന്നില്ല നമുക്ക്. അങ്ങനെയാണ് മുഖം വേറെ എന്തോ പോലെ, ഏതോ ഒരു ജീവിനെ പോലെ ഇരിക്കുക ഞാൻ. അപ്പം നമുക്ക് നമ്മുടെ കരിയറിലുണ്ടായൊരു വലിയ സംഭവമല്ലേ, വലിയൊരു ഭാഗ്യമല്ലേ. അപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് ഞാൻ സാറിന് മെസ്സേജ് അയച്ചു, എനിക്ക് വിഷമമൊന്നുമില്ല, വേറെ ആരെങ്കിലും വെക്കണമെങ്കിൽ സാറ് വെച്ചോ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ സാർ പറഞ്ഞു, ഞാൻ ഷൂട്ടിന് തുടങ്ങുന്നതിൻ്റെ തലേന്ന് വരെ ഒരാളെ അന്വേഷിക്കില്ല, മഞ്ജു തന്നെ ചെയ്യുള്ളൂ, ഒന്നും ടെൻഷൻ അടിക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഏതോ ഒരു 24-27 മറ്റോ ആണെന്ന് തോന്നുന്നു ഷൂട്ട് തുടങ്ങുന്നത്, കോഴിക്കോട് വെച്ച്. ഞാൻ ഹസ്ബൻഡും കൂടെ രാത്രി അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സാറിനെ കാണാൻ വേണ്ടിയിട്ട്, അപ്പോൾ സാറ് പറഞ്ഞു മഞ്ജു വന്നെങ്കിൽ മേക്കപ്പ് ചെയ്യും, നമുക്കൊരു മേക്കപ്പ് ടെസ്റ്റ് ചെയ്യാം, ഫോട്ടോ എടുത്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ പോയിട്ട് മേക്കപ്പ് ചെയ്തു. അപ്പോൾ ആ സിനിമ കണ്ടാൽ അറിയാം എൻ്റെ മുഖം ഭയങ്കര ഡള്ളായിട്ട്, നീര്, ഈ പല്ലുവേദനയൊക്കെ വരുമ്പോൾ നീര് വരില്ല, അതുപോലെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഫോട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേനും സാറിനെ കൊണ്ട് കാണിക്കാൻ പറഞ്ഞ്. അപ്പോൾ ഒരു വീടിൻ്റെ മുകളിലാണ് ഷൂട്ട് നടക്കുന്നത്, ഒരു ക്വാർട്ടേഴ്സിൻ്റെ മുകളിൽ. ഞാൻ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് ചെല്ലുമ്പോൾ ലാലേട്ടൻ അവിടെ നിന്ന് ഒരു ബ്ലാക്ക് ടീഷർട്ടാണെന്ന് തോന്നിട്ടിരിക്കണേ ഇറങ്ങി വരുന്നു. അപ്പോൾ എന്നോട് കണ്ടപ്പോൾ ചോദിച്ചു, വന്നോ, വണ്ടിയിൽ നിന്ന് ഹസ്ബൻഡ് തള്ളിയിട്ടെന്ന് കേട്ടല്ലോ, ശരിയാണോ എന്ന് ചോദിച്ചു. അതുകൊണ്ട് തള്ളിയിട്ടതല്ല, ഞാൻ തന്നെ വീണതാണ് സാറേ എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു പുള്ളിക്കൊന്നും പറ്റില്ല, സത്യമാണ് പുള്ളിക്കൊന്നും പറ്റിയില്ല. അതാണ് ഞാൻ പറഞ്ഞത് പറഞ്ഞിട്ട് തമാശ പറഞ്ഞിങ്ങനെ തോളത്തുനിന്ന് തട്ടിയിട്ട് അങ്ങ് പോയി. അത് കഴിഞ്ഞ് സാറിൻ്റെ അടുത്ത് വന്നപ്പോൾ സാറ് പറഞ്ഞു, ഇത് കുഴപ്പമൊന്നുമില്ല അല്ലേ, അസോസിയേറ്റിനെ കാണിച്ചിട്ട് ഇത് കുഴപ്പമൊന്നുമില്ല അല്ലേ, ഒരു 2 ഫോട്ടോ എടുത്തോ എന്ന് പറഞ്ഞു. 2-3 ഫോട്ടോ എടുത്ത് സാർ അതിങ്ങനെ വലുതാക്കി നോക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തീയാണ്. ഈശ്വര, നോ പറയുമായിരിക്കും, കുഴപ്പമില്ല, അവർക്കൊന്നും ആരുടെയും മിസ്റ്റേക്ക് കൊണ്ടല്ല, എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടല്ല, അവരുടെ മിസ്റ്റേക്ക് കൊണ്ടല്ല,
അങ്ങനെ വലുതാക്കിയൊക്കെ നോക്കിയിട്ട് പറഞ്ഞാൽ കുഴപ്പമില്ല മഞ്ജു നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതുവരെ ഒരു വലിയ നോ പ്രതീക്ഷിച്ച് നിന്നതാണ് ഞാൻ. പക്ഷേ ഞാൻ തന്നെ ആ പടം ചെയ്തു. അതാ ഞാൻ പറഞ്ഞത്, അവർക്ക് ഈസി ആയിട്ട് അയ്യോ പറ്റില്ല മഞ്ജു ഈ ഒരു അത് കാരണം ഉള്ള സീൻ എല്ലാം ലാലേട്ടനായിട്ട് കോമ്പിനേഷനാണ്. അപ്പം പറ്റില്ല. ലാലേട്ടനാണെങ്കിലും പറയോ ഇങ്ങനെ ഇരിക്കുന്ന ഒരാൾ എങ്ങനെയാണ് എൻ്റെ കോമ്പിനേഷൻ ചെയ്യുന്നത്, നമുക്ക് വേറെ ഏതെങ്കിലും ഓപ്ഷനിലേക്ക് പോവാന്ന് അത് പറയാൻ മുകളിലിരിക്കുന്ന ആള് സമ്മതിച്ചിട്ടുണ്ടാവില്ലായിരിക്കും. അല്ലെങ്കിൽ അവരങ്ങനെ ഒരു അതാ പറഞ്ഞേ എനിക്ക് വിധിച്ചതാണെങ്കിൽ അത് എനിക്ക് തന്നെ വരും. അതുകൊണ്ട് എനിക്ക് വിധിക്കാത്തത് അങ്ങ് പൊക്കോട്ടെ എന്ന് സമാധാനിക്കും. ചേട്ടാ ഇതിപ്പോൾ എന്താണെന്നറിയാമോ, നമ്മളിപ്പോൾ ജോലിയില്ലാതെ നമ്മൾ വീട്ടിലിരിക്കുകയാണ്, എനിക്ക് അടുത്ത മാസത്തെ കാര്യങ്ങൾക്ക് എൻ്റെ കയ്യിലൊന്നുമില്ല, ഫിനാൻഷ്യലി ഞാൻ ഭയങ്കര വീക്കാണ്, അങ്ങനെയൊക്കെ വരുന്ന അവസരത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വറീഡാകും. എന്നെ സംബന്ധിച്ച് ഞാൻ ജോലിയില്ലാതിരിക്കുന്ന സമയം മാസത്തിൽ 4-5 ദിവസമാണ്. ആ സമയം ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് അവരുടെ കൂടെ ഇരിക്കും. ഇത് ഞാൻ അഹങ്കാരം പറയുന്നതല്ല, ഞാൻ ഇതിനെക്കുറിച്ച് വിഷമിക്കാത്തതിൻ്റെ കാര്യം പറഞ്ഞതാണ്. ഇപ്പം ഞാൻ 10 ദിവസം പണിയില്ലാതെ വീട്ടിലിരുന്ന് അങ്ങനെയുള്ള ദിവസങ്ങൾ ഇപ്പം ഞാനിങ്ങനെ തിരക്കായിട്ട് വളരെ കുറച്ചേ ആയുള്ളൂ. അല്ലാത്ത സമയങ്ങളിലൊക്കെ എനിക്ക് ഇതിനെപ്പറ്റിയുള്ള ചിന്ത ഭയങ്കരമായിരുന്നു. അതിൽ നിന്ന് ഞാൻ മാറി വന്നതായി ഇങ്ങനെ. അപ്പം അതുകൊണ്ട് എനിക്ക് വിധിക്കാത്തത് അതിൻ്റെ വഴിയെ പൊക്കോട്ടെ, എനിക്കുള്ളത് ആ തിര എൻ്റെ അടുത്തേക്ക് തന്നെ വരും. മഞ്ജുവിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിഷമമുണ്ടായ ഒരു മുഹൂർത്തം പറയാൻ പറഞ്ഞാൽ നമുക്ക് ഇപ്പം മഞ്ജു പറയും എല്ലാവർക്കും അങ്ങനത്തെ മുഹൂർത്തമുണ്ട്, ആ സിറ്റുവേഷൻ ആയിരിക്കും എന്ന് പറയാം. എങ്കിലും നമുക്കൊരു ഏറ്റവും വിഷമമുണ്ടായി, നമുക്കിത് വേണ്ട, നമ്മൾ തന്നെ ഈ ലോകത്തിൽ നിന്ന് പോയേക്കാന്ന് ഒരു ചിന്തിച്ച മുഹൂർത്തങ്ങളൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. അങ്ങനെ ഒരു മുഹൂർത്തം പറഞ്ഞാൽ ഏതായിരിക്കും? അങ്ങനെ മുഹൂർത്തം എന്നുള്ളതല്ല, അങ്ങനെ ഒരു മൊമെന്റ് അല്ല അത്, ഒരു കാലഘട്ടം, ഒരു കുറച്ച് മാസങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ബിഗ് ബോസിന് ശേഷം ഞാൻ അനുഭവിച്ച സൈബർ ബുള്ളിങ് എനിക്കറിയില്ല വേറെ ആരെങ്കിലും അത്രയും ഭീകരമായിട്ട് അനുഭവിച്ചിട്ടുണ്ടോ എന്ന്. ഇപ്പോൾ എനിക്ക് ചേട്ടനായിട്ടൊരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ചേട്ടൻ എന്നെ ഇഷ്ടമല്ല, നിങ്ങൾ എന്നെ നേരെ നോക്കി നിന്ന് എന്നോട് നിങ്ങൾ അങ്ങനത്തെ അവരല്ലേ, നിങ്ങൾ അത് ചെയ്തില്ല ഇത് ചെയ്തില്ലേ എന്ന് ആർഗ്യൂ ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ ന്യായം പറയാൻ പറ്റും. ഇത് എനിക്കറിയാത്ത, ഞാൻ കാണാത്ത, മുഖമില്ലാത്ത കുറേ മനുഷ്യരിരുന്ന് അനാവശ്യങ്ങൾ തന്നെ പറയാണ്. എന്നെ മാത്രമല്ല, എൻ്റെ ഒന്നും അറിയാത്ത കുഞ്ഞിനെ, എൻ്റെ പപ്പ, എൻ്റെ അമ്മ, എൻ്റെ ആങ്ങള, അവരൊക്കെ എനിക്കൊപ്പം മോശക്കാരായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഭയങ്കരമായിട്ട് ഇല്ലാണ്ടായി പോയിട്ടുണ്ട്. ദൈവമേ, ഞാൻ എന്ത് ചെയ്യും, ഞാൻ എങ്ങനെ ഇതിൽ നിന്ന് ഓവർകം ചെയ്യും? എനിക്ക് അന്നാണെങ്കിൽ കുന്തം ലോക്ക്ഡൗണും കൂടിയാണ് ആ ടൈമിൽ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയം എനിക്ക് മറക്കാൻ പറ്റില്ല എൻ്റെ ലൈഫ്. ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നിയോ? അവസാനിപ്പിക്കാനല്ല, എനിക്ക് മരിക്കാനൊക്കെ പേടിയാണ്. എനിക്ക് അങ്ങനെയൊന്നും ഞാൻ വളരെ വിരളായിട്ടൊക്കെ ചിന്തിക്കുള്ളൂ. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്? അതൊക്കെ പണ്ടൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, ചത്തു കളഞ്ഞേക്കാന്നൊക്കെ. അതല്ല, ഈ സമയത്ത് എനിക്ക് തോന്നിയത് ഈ മനുഷ്യരൊന്നും ഇല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് ഒറ്റയ്ക്ക് ജീവിക്കണം, എനിക്ക് സ്വാതന്ത്ര്യമായിട്ട് ഇറങ്ങി നടക്കണം, എന്നെ അത്ഭുതത്തോടു കൂടി നോക്കാതെ, എന്നെ കളിയാക്കാതെ, പുച്ഛച്ചിരികളില്ലാത്ത നിരത്തുകളിലൂടെ എനിക്ക് നടക്കണം എന്നൊക്കെയാണ് എൻ്റെ മനസ്സിൽ അന്നേരം ഉണ്ടായിരുന്നത്. കാരണം അത്ര മോശമായിട്ട് എന്താ പറയണ, ഞാൻ അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. പക്ഷേ എൻ്റെ തൊഴിലിനെ പോലും, എൻ്റെ സ്വഭാവത്തെയൊക്കെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ എനിക്കത് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഫോൺ തുറന്നിട്ടുണ്ടെങ്കിൽ ഇത് മാത്രമാണ്, ഒരു പ്രാവശ്യം കണ്ട പണ്ടാരം കൂടെ വരുമല്ലോ. അപ്പോൾ അങ്ങനെ റെക്കമെൻഡേഷനിലൊക്കെ ഇതാ വരുന്നത്. എനിക്ക് ഫോൺ എടുക്കാൻ നിർവാഹമില്ല. അപ്പം എൻ്റെ കുഞ്ഞു പറയും, അമ്മ കുറച്ച് നാൾ ഫോൺ ഉപയോഗിക്കണ്ട. പക്ഷേ ഫോൺ എടുക്കാതിരുന്നാലും ഫോണിൽ കോളുകൾ വരികയാണ്, അല്ലെങ്കിൽ ഞാനിത് വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യുന്നു എന്ന് തെറ്റിദ്ധരിച്ചിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ നമുക്ക് ഫോർവേഡ് ചെയ്തിരുന്ന ന്യൂസുകളൊക്കെ ഇങ്ങനെയുള്ള ന്യൂസുകളാണ്. മഞ്ജു ബിഗ് ബോസിൽ ചെയ്തു എന്ന് പറയുന്നത് എല്ലാവരും കോമൺ ആയിട്ട് കണ്ടു എന്നൊരു ഇതായിരുന്നു. നിസ്സാര കാര്യമാണ്, നമ്മളൊരു മോനെ പോലെ അല്ലെങ്കിൽ വാത്സല്യത്തോട് കൂടി. അയ്യോ, ഞാൻ അതുമല്ല പറയുന്നത്. അല്ല, അങ്ങനെയൊക്കെ ഒരു വിഷയമുണ്ട്. അതും വലിയ ട്രോളുകൾ വന്നു, അതും വലിയ വിവാദമായി. ഈ ബിഗ് ബോസിന് ഇനി വിളിച്ചാൽ പോവോ? അതെൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് പോലെ ഇരിക്കും ചേട്ടാ. സീരിയസ്ലി, ഞാൻ അന്ന് പോയത്, എനിക്ക് കുറേ കടം ഉണ്ടായിരുന്നു. അപ്പം ഞാനൊരു എമൗണ്ട് ചാനലിനോട് സംസാരിച്ചു, അവർ ഓക്കെ പറഞ്ഞു. കൊള്ളാം, അപ്പോൾ ഇത്രയും പൈസ എനിക്ക് കിട്ടുന്ന വേറൊരു സ്ഥലമില്ല. ഇപ്പോൾ ഒരു നടിയുടെ ദിവസ വരുമാനം എന്തായിരിക്കുമെന്ന് ചേട്ടന് ഊഹിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടിട്ട് ഇപ്പം എൻ്റെ വിചാരം ഈസി ആയിട്ട് അങ്ങ് കടന്നു പോകും.
ഒരു കുഴപ്പമില്ല. പഠിച്ചു വരാന്ന് പറഞ്ഞു. നെവർ ചിന്തിച്ചിട്ടില്ല. ഡെയിലി കിട്ടുന്ന പേയ്മെന്റ് അല്ലാതെ ഞാൻ അതിൽ കൂടുതൽ ഒന്നും ഞാനൊരു 2-3 ആഴ്ചയാണ് പ്രതീക്ഷിച്ചുള്ളൂ. ഞാൻ 50 ദിവസം നിന്നു, അത് മതി. അപ്പൊ അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അതിന്റെ അകത്ത് കടന്നപ്പോഴാണ് മനസ്സിലായത് ഇതത്ര ഈസി അല്ല എന്നുള്ളത് മനസ്സിലായത്. കാരണം ഞാനും ചേട്ടനും ഒരു മുറിക്കകത്ത് പൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ എന്തെല്ലാം വഴക്കുകൾ ഉണ്ടാവും. എന്റെയും ചേട്ടന്റെയും അഭിപ്രായങ്ങൾ ഒന്നായിരിക്കുമോ? ഒരിക്കലുമില്ല. നമ്മൾ തല്ലുപിടിച്ച് മരിക്കും. ഇതേപോലെ 16 പേരാണ് അവിടെ, ചുറ്റും ക്യാമറ, ഭയങ്കര ഫ്രസ്ട്രേഷൻ. ഇതൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതെ, അത് നമുക്ക് താങ്ങാവുന്നതിനപ്പുറമാണ്. ഈ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഭാവിയിൽ ഗുണമാണോ ദോഷമാണോ ഉണ്ടായത്? ബിഗ് ബോസ് കൊണ്ട് എനിക്കുണ്ടായ ഗുണം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ആണ്. അതല്ലാതെ കരിയറിൽ ഒരു കോട്ടം സംഭവിച്ചോ? എന്നെ സംബന്ധിച്ച് ഇല്ല എന്ന് വേണം പറയാൻ. ഇനിയിപ്പോൾ ഈ സിനിമകൾ വരാത്ത അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ, അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷേ ബിഗ് ബോസ് നിന്ന് ഇറങ്ങി ഞാൻ വന്നു, ലോക്ക്ഡൗൺ കഴിഞ്ഞ് പിറ്റേ ആഴ്ച മുതൽ ഞാൻ വർക്കിന് ഇറങ്ങി തുടങ്ങി. എനിക്ക് അതുകൊണ്ട് ഇപ്പോൾ ഞാൻ അന്നേരം വർക്ക് ചെയ്തിരുന്നത് കൗമുദി ചാനലിലാണ്. എനിക്ക് ആ ചാനലിനോടുള്ള നന്ദി ഒരിക്കലും പറഞ്ഞാൽ മതിയാവില്ല. കാരണം ആ സമയത്ത് ടെലികാസ്റ്റിംഗ് പോയ എപ്പിസോഡുകൾ ചേട്ടനെടുത്ത് നോക്കണം. ഇവളെ ഒഴിവാക്കൂ എന്ന് പറയുന്ന കമന്റിന് 14-16K ലൈക്കാണ് വരുന്നത്. അത്ര നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവിൻ്റെ അങ്ങേ അറ്റം. എൻ്റെ ഒരു ഇൻ്റർവ്യൂ ചാനലിലിട്ടാൽ അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാം കാണണം എന്ന് പറഞ്ഞിട്ട് കൗമുദിയിലിട്ടാലൊക്കെ തെറിവിളി. കൗമുദിക്കും തെറിവിളി. അവർക്ക് പേഴ്സണലി അവരുടെ ലാൻഡ് ലൈനിലോട്ടൊക്കെ കോളുകൾ എന്നിട്ടുണ്ട്. മഞ്ജു തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ്, പല കാര്യങ്ങളും തുറന്നു പറയും. ഫേസ്ബുക്കിലൂടെ ഒന്ന് കരയും അല്ലേ? എത്രയോ ലൈവിൽ കരഞ്ഞിട്ടുണ്ട്, പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഫേക്കാന്നാണ് ചില കമന്റുകൾ വരുന്നത്. അത് എനിക്കിപ്പോ ഞാൻ സത്യമാണെന്നും പറഞ്ഞു ഞാൻ സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ എനിക്ക് പറ്റുള്ളൂ. എനിക്ക് ചിരി വന്നാൽ ഞാൻ ഒച്ചത്തിൽ ചിരിക്കുന്ന ഒരാളാണ്. സങ്കടം വന്നാൽ എൻ്റെ കണ്ണ് പെട്ടെന്ന് നിറയും. ഞാൻ ഇതുവരെ ഇപ്പോൾ സീനൊക്കെ വായിക്കുമ്പോഴും നമുക്ക് സങ്കടം വരുന്ന ഭാഗമൊക്കെ വരുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ ഒഴുകും. അതെന്റെ കണ്ണിന്റെ കുഴപ്പമാണ്. ഡയറക്ടർമാർക്ക് സുഖാട്ടോ. അപ്പൊ അതുകൊണ്ടിട്ട് മറ്റേ ഗ്ലിസറിനും കൊണ്ടൊന്നും എൻ്റെ അടുത്തേക്ക് ആരും വരാറില്ല. എനിക്ക് ഉറപ്പായിട്ട് സങ്കടം. ചേർത്ത് പിടിച്ചതാരാണ് ഈ വലിയ എന്റെ പ്രതിസന്ധിയിൽ ചേർത്ത് പിടിച്ചത്? എൻ്റെ അമ്മച്ചി, പപ്പ, എൻ്റെ സുഹൃത്തുക്കള്, എൻ്റെ ആങ്ങള, എൻ്റെ മോൻ. അവരൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഞാനിത് മറികടക്കൂലായിരുന്നു. ഇപ്പോഴും അതെ. ഇപ്പൊ ആരൊക്കെ എങ്ങനെയൊക്കെ ഇട്ടിട്ട് പോയി എന്ന് പറഞ്ഞാലും അപ്പനും അമ്മയും, എനിക്ക് തോന്നുന്നില്ല മക്കള് പോലും അങ്ങനെ ഉണ്ടോന്ന് എനിക്കറിയില്ല, അപ്പനും അമ്മയും തരുന്ന ഒരു ധൈര്യം അവരെന്തുമാത്രം സഹിക്കുന്നുണ്ടായിരിക്കും അല്ലേ? എൻ്റെ ഞങ്ങളുടെ വീടിനടുത്തുള്ളൊരു ആള് ഇതേപോലെ മോളെ പറ്റി എന്തൊക്കെയാണ് പറയുന്നത് എന്ന് എൻ്റെ അമ്മച്ചനോട് ചോദിച്ചു. എൻ്റെ അമ്മച്ചിയുടെ കണ്ണീന്ന്, പക്ഷെ എന്നോട് പറയുമ്പോൾ എൻ്റെ അമ്മ കരയുന്നുണ്ട്. പക്ഷെ അവരോട് എൻ്റെ അമ്മ ആരെന്ത് പറഞ്ഞാലും എൻ്റെ കൊച്ചിനെ എനിക്കറിയാം, നിങ്ങൾ അതിനകത്ത് ഇടപെടണ്ട എന്ന് പറഞ്ഞിട്ട് അമ്മച്ചിങ്ങ് പോകുന്നു. അതുപോലെ നമുക്ക് വേണ്ടി വാദിക്കാൻ ലോകത്ത് ഒരാളും ഉണ്ടാവില്ല, നമ്മുടെ പാരൻസ് അല്ലാതെ. അപ്പോൾ ചെയ്യോ ഇനി ഇത് കള്ളത്തരാന്ന് പറയും കുന്തം. അയ്യോ, വേറെന്തേലും ചോദിക്കും. അഖ്യാതികൾ പറയുന്നവര് പറയട്ടെ. അമ്മ പറഞ്ഞ പോയിന്റിൽ നിന്ന് അമ്മ പറഞ്ഞു എനിക്ക് എൻ്റെ മോളെ അറിയാം, അതിൻ്റെ അപ്പുറത്തേക്ക് ആരും അറിയേണ്ട കാര്യമില്ല. ജന്മം നൽകിയ അമ്മയ്ക്ക് അറിയാം അല്ലേ? എനിക്ക് ഞാനില്ലാണ്ടാവണ വരെ അവര് നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അവർക്ക് വേണ്ടിയുള്ള അധ്വാനമാണ്. അതിന്റെ ആവശ്യമൊന്നുമില്ല. അവര് നന്നായിട്ടാണ് ജീവിക്കുന്നത്. ഇപ്പൊ ഞാൻ അവരുടെ കൂടെ ഉണ്ട്. നമ്മുടെ വീട്ടിലാണോ? ആക്ച്വലി ഞാൻ ഇപ്പോഴാണ് ഒരു വീട് വെച്ചത്. ആ വീട് പടച്ചിട്ടേക്കുവാ. കാരണം അവിടെ നിൽക്കാൻ ഞങ്ങളാരും ഇല്ലല്ലോ. മോൻ +1 പഠിക്കുന്നത്. അപ്പോൾ അവൻ എൻ്റെ അമ്മച്ചയുടെയും പപ്പയുടെയും കൂടെയാണ്, അവരാ നോക്കുന്നത്. അപ്പം ഞാനിവിടെ നിന്ന് ചെല്ലുമ്പോൾ നേരെ അമ്മച്ചയുടെയും പപ്പയുടെ അടുത്ത് ചെല്ലും. ഞങ്ങൾ എല്ലാവരും കൂടി അപ്പുറത്തെ വീട്ടിലോട്ട് പോകും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാലായനം ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കും. ഞാൻ അവരുടെ അടുത്തുനിന്ന് പോയിട്ടില്ല, അവരെൻ്റെ അടുത്തൊന്നും പോയിട്ടില്ല. ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് ഹാപ്പി ആയിട്ട് അങ്ങനെ. ഈ പലതും ഞാൻ നേരത്തെ പറഞ്ഞ ഫേസ്ബുക്കിൽ ലൈവ് വരുന്നു, ഫേസ്ബുക്കിലൂടെ തുറന്നു പറയുന്നു. അതൊക്കെ പിന്നീട് വേണ്ടായിരുന്നു തോന്നിട്ടുണ്ട്? എന്തെങ്കിലും പറഞ്ഞു അത് വേണ്ട പിൻവലിച്ച കാര്യം തോന്നിട്ടുണ്ട്? ഇതുവരെ തോന്നിച്ചിട്ടില്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ തന്നെയേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് മറ്റുള്ളവർക്ക് എത്രമാത്രം ശരിയായിക്കൊള്ളണം എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ
അതെങ്ങനെ ഞാൻ പറഞ്ഞു പോവും. അത് അതിനെപ്പറ്റി പറഞ്ഞിട്ട് ഞാൻ അതിന്റെ കമന്റ്സ് പോലും പിന്നെ വായിച്ചു നോക്കാറില്ല. ഈ ബോഡി ഷെയിം ഒത്തിരി കേട്ടിട്ടുണ്ടോ? ഇഷ്ടം പോലെ നമുക്ക് ഇഷ്ടം പോലെ. ഈ അടുത്ത ഈ കഴിഞ്ഞ ആഴ്ച ഒരു സംഭവം ഉണ്ടായി. മാഹിയിലൊരു പരിപാടി ഉണ്ടായിരുന്നു എനിക്ക്, മാഹിയില്. അപ്പോൾ 6:30 പരിപാടി തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് തുടങ്ങിയപ്പോൾ 8:30 മണിയായി. 9:15 എനിക്ക് ബസ് ട്രെയിനാണ്. ട്രെയിൻ 9:45, സോറി 9:45 തിരിച്ചെനിക്ക് ഇങ്ങോട്ട് വരണം രാത്രി. 8:30 ആയിട്ട് ഒരു കണക്കിന് പ്രോഗ്രാം വേഗം തുടങ്ങി. എന്നെ ആദ്യം സംസാരിപ്പിച്ച് എക്സ് മിനിസ്റ്ററൊക്കെ ഉണ്ട്, അദ്ദേഹം ഒന്നും സംസാരിച്ചില്ല. ആ കുട്ടിക്ക് പോകേണ്ടതല്ലേ, വേഗം അതിനോട് സംസാരിച്ച് 2 പാട്ടും പാടി. ഞാൻ നിന്ന വേഷത്തിൽ ഇതേപോലെ ഇതിപ്പോൾ ഷൂട്ടിന് വേണ്ടിയിട്ടാണ്, ഇതേപോലെ വലിയ മാലയും സാരി, പട്ടുസാരിയൊക്കെ കൊടുത്ത് ഞാൻ ട്രെയിനിലോട്ട് ചാടി കയറി. പെട്ടി അവിടെ വെക്കുന്ന, മുടി ആകെ തിരക്ക്, വേർത്ത് കുളിച്ച് കയറി ഞാൻ പെട്ടി ഇതിൻ്റെ അടിയിലോട്ട് വെച്ചപ്പോൾ അവിടെ ഒരു ചേട്ടൻ ഇതേപോലെ ബർത്തിൽ ഇങ്ങനെ ഇരിക്കുവാണ്. എൻ്റെ പപ്പയുടെയൊക്കെ പ്രായം ഉണ്ടാവും. അപ്പം എന്നെ ഇങ്ങനെ നോക്കിയിട്ട് മഞ്ജപത്രോസ് അല്ലേ? അപ്പം ഇവൻ അതെ എന്ന് പറഞ്ഞു. എന്താണിത്, വണ്ണം വെച്ചത് എവിടെ പോകുന്നു? അപ്പൊ ഞാനേ ഇയാളെന്നെ എനിക്ക് പരിചയമുണ്ടോ? അപ്പൊ ഞാൻ ഈ ചേട്ടൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് എന്നെ നേരത്തെ അറിയാവോ? ഇതിപ്പോ അറിയാൻ എന്തിരിക്കുന്നു, ഇങ്ങനെയാണ് ചോദിക്കുന്നത്. പാവം പിടിച്ച മനുഷ്യൻ, അയാൾ പർപ്പസ്ഫുള്ളി എന്നെ വിഷമിപ്പിക്കുന്നതല്ല. എനിക്ക് വണ്ണോണ്ടെന്ന് എനിക്കറിയാലോ, അതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരാളാണല്ലോ ഞാൻ. ഇങ്ങനെ പറയാം. അത് കഴിഞ്ഞിട്ട് എന്തോ ഞാനിങ്ങനെ എഴുന്നേറ്റ്, എനിക്ക് പിന്നെ ആ ചേട്ടനോട് സംസാരിക്കാനേ തോന്നുന്നില്ല. നമ്മൾ ഒറ്റയടിക്ക് അങ്ങ് ഇതായി പോയില്ലേ. അങ്ങോട്ട് നീങ്ങുമ്പോഴത്തേനും അസുഖങ്ങളൊന്നുമില്ലേ, ഇങ്ങനെ തന്നെ ചോദിക്കുകയാണ്. ഞാനിപ്പോൾ വരാവേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ടോയ്ലറ്റിൽ വേറൊരു ചേച്ചി അവിടെ ഇരിപ്പുണ്ട്, ആ ചേച്ചിനെയും കൂടി പോയി സാരിയൊക്കെ മാറി ഒന്ന് സ്വസ്ഥമായിട്ട് വന്നിരുന്നിട്ട് ഞാൻ ചേട്ടനോട്, ചേട്ടൻ ഞാനൊരു ടിപ്പ് പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചു. എന്താ എന്ന് ചോദിച്ചു. ഒരാൾ ആദ്യം കാണുമ്പോൾ സുഖമാണോ എന്നൊന്ന് ചോദിച്ചു നോക്കിയേ, നിങ്ങൾക്കും നല്ല സുഖം ഉണ്ടാവും, കേൾക്കണവർക്കും നല്ല സുഖം ഉണ്ടാവും. നമുക്ക് അങ്ങനെ ഒന്ന് ശീലിച്ച് നോക്കാട്ടാന്ന് പറഞ്ഞു. അയ്യോ മോളെ, ഞാനതങ്ങനെ ഞാനൊരു തമാശ പറഞ്ഞതാന്ന് പറഞ്ഞു. ഇത്തരം തമാശകളിലൂടെയുള്ള ബോഡി ഷെയിമിങ്ങൾ ഞാൻ എപ്പോഴും കേട്ടിട്ടുണ്ട്. സീരിയസ് ആയിട്ടും ഉണ്ടായിട്ടുണ്ട്. സീരിയസ് ആയിട്ടെന്ന് പറഞ്ഞാല് ഇതെന്താണെന്നറിയാമോ, ഈ സീരിയസ്നെസ് എന്ന് പറയുന്നത് നമുക്കാണ്, പറയുന്നവർക്ക് ഇത് സീരിയസ് അല്ല. പറയുന്നവർ വളരെ ലാഘവത്തോടു കൂടി ഒരാളെ കാണുമ്പോഴത്തേനും ചോറുണ്ടോയെന്ന് ചോദിക്കുന്ന പോലെ ചോദിക്കുന്ന കാര്യമാണ്. എന്തുവാടാ, എന്തിങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നു, എന്താ ഇങ്ങനെ? അവർക്കൊരു ഭയങ്കര സുഖമാണത്. കേൾക്കുന്ന നമുക്കാണ് ഇത് ഭയങ്കര. അല്ലാതെ എന്നെ പർപ്പസ്ഫുള്ളി കറുപ്പല്ലേ നീങ്ങി നിൽക്കൂ, അല്ലെങ്കിൽ വണ്ണമല്ലേ നീങ്ങി നിൽക്കൂ, അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ കേട്ടിരിക്കുന്നത് മുഴുവൻ ഇതേപോലെ എന്താ പറയാ, ഉത്തരവാദിത്തമില്ലാത്ത, സമൂഹത്തിനോട് ഉത്തരവാദിത്തം ഇല്ലാത്ത കോമഡികൾക്ക് വേണ്ടിയിട്ട് പറയുന്ന ബോഡി ഷെയ്മിങ്ങുകളാണ്. അത് എൻ്റെ ജീവിതത്തിൽ ഉടനീളം കേട്ടിട്ടുണ്ട്. ഇപ്പോഴും ഞാനത് തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴും നമ്മൾ ഒരു പ്രാവശ്യം ഇത് പറയും, 2 പ്രാവശ്യം പറയും, 3ാമത്തെ പ്രാവശ്യം ഇപ്പം എന്തെങ്കിലും എഴുതിയിട്ട് വായിക്കുമ്പോൾ ഇങ്ങനെ നോക്കും. അപ്പം അത് വേണ്ട എന്ന് പറയും. അതെന്തുകൊണ്ടാണ് വേണ്ടെന്ന് പറയുന്നത്? ഞാൻ അവിടെ ഇരിക്കുന്നത് കൊണ്ട് അത് വേണ്ട. അല്ലാതെ ഇത് വായിക്കുമ്പോൾ ഇത് വേണ്ട കേട്ടോ എന്ന് പറയുന്നതിലേക്ക് നമ്മൾ വളർന്നിട്ടില്ല. മനസ്സിലായോ? അല്ലെങ്കിൽ എക്സ് ഓർ വൈ, അപ്പുറത്തിരിക്കുന്ന ഞാനോ അല്ലെങ്കിൽ വേറൊരാളോ, അയാൾ ഇതിന്റെ വഴക്കുണ്ടാക്കും. ഇത് പറയണ്ട എന്ന് പറയുന്നതിലും വ്യത്യാസമാണ് ഈ സാധനം വേണ്ട കേട്ടോ, ഇത് ശരിയല്ല എന്ന് പറയുന്നത്, അല്ലേ? ഇത് വേണ്ട, ഈ എഴുതിയിരിക്കുന്നത് ശരിയല്ല എന്ന് സ്വയം മനസ്സിലാക്കുന്നിടത്താണ് നമ്മൾ വിജയിക്കുന്നത്. ഈ കറുപ്പിന്റെ പേരിൽ ഇപ്പൊ തമാശക്കാണെങ്കിലും എന്നാ പറഞ്ഞത്, സീരിയസ് ആയിട്ട് അങ്ങനെ എന്റെ നിറം കറുപ്പാണ്, നമുക്ക് സ്വയം പറയാം ഞാൻ കറുത്തതാണ്, അല്ലെ ഞാനും അതെ മഞ്ജു, അതിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? എൻ്റെ അറിവിലില്ല. ഇനി എവിടെയെങ്കിലും മാറ്റി നിർത്തിയിട്ടുണ്ടോന്നും എനിക്കറിയില്ല. നമ്മളോടിത് ഇപ്പോ ഇപ്പൊ നമ്മൾ ആ ഒരു കാര്യത്തിന് വേണ്ടി ഒഴിവാക്കണമെങ്കിൽ നമ്മളോടത് നേരിട്ട് പറയില്ലല്ലോ. പറയില്ല. വേറെ എന്തെങ്കിലും റീസൺ പറയാതെ എനിക്കറിയില്ല അങ്ങനെ ഉണ്ടോന്ന്. ചാൻസ് ഇല്ല. ട്രോളുകൾ കാണുമ്പോൾ എൻജോയ് ചെയ്യാറുണ്ടോ? എന്ത് റോള്? ട്രോളുകൾ വരില്ലേ, മഞ്ജുവിന്റെ വാക്കുകൾ വെച്ച് ട്രോളുകൾ, എൻജോയ് ചെയ്യാണോ അതോ വിഷമിപ്പിക്കാറുണ്ടോ? ഇല്ല, ബിഗ് ബോസിൽ നിന്ന് വന്ന ആരെങ്കിലും ഇതൊക്കെ കാണുമ്പോ വിഷമിക്കുക ഇഷ്ടാ? എനിക്ക് പറ്റിയ തെറ്റാണ് ആ ചോദ്യം, അല്ലേ? വിഷമിക്കാറില്ല. ഈ കഴിഞ്ഞ ദിവസം ആ ഒരു സിനിമയുടെ പത്രസമ്മേളനത്തിൽ വലിയ വാക്കുകൾക്കുണ്ടായില്ലേ, വലിയ വാക്കുകൾക്കുണ്ട്, ബിനു അടിമാലിയൊക്കെ വലിയ വാക്കുകൾ, ധർമ്മനോട്. എന്താണ് ശരിക്കും അത്തരം ഒരു വാക്കുകൾക്കത്തിലേക്ക് പോകേണ്ട കാര്യമുണ്ടായിരുന്നു?
കാര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഇപ്പോഴും 101% ഞാൻ ഉറച്ചു നിൽക്കുന്നു. പക്ഷെ അതിനൊരു വേദി അതായിരുന്നില്ല, എനിക്ക് മിണ്ടാതിരിക്കാമായിരുന്നു എന്ന് തോന്നി. പക്ഷെ എനിക്കത് മിണ്ടാതിരിക്കാൻ സാധിക്കൂലായിരിക്കും, അതാണ് എൻ്റെ ഒരു കുഴപ്പം. അത് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, എനിക്ക് അത് വീണ്ടും വലിച്ചു കീറണ്ട. ബിൻചേട്ടൻ എന്നോട് ചിലപ്പോൾ പിണക്കമായിരിക്കും. അല്ല, അദ്ദേഹം പറഞ്ഞ ഒരു സംഗതി ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള തമാശകളൊക്കെ ബോഡി ഷെയ്മിങ് അല്ല എന്ന് പറഞ്ഞത് കൊണ്ട്, ബോഡി ഷെയ്മിങ് അല്ലാത്ത അവർക്കാണ്, ഇത് കേൾക്കുന്ന നമ്മളെ അത് ബാധിക്കുന്നുണ്ട് എന്ന് പറയാൻ ശ്രമിച്ചതാണ്. അപ്പം അത് വീണ്ടും അപ്പുറത്തിരുന്ന് ന്യായീകരിക്കുന്നു. അപ്പം എനിക്ക് എൻ്റെതായ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായങ്ങൾ ഉണ്ടാവുമല്ലോ, അങ്ങനെ സംഭവിച്ചതാണ്. വേണ്ടായിരുന്നു തോന്നിയോ പിന്നീട്? പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റാണ് ചേട്ടാ. അതിനുശേഷം ബിനുവായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? സംസാരിച്ചു. എന്തു പറഞ്ഞു? ബിൻചേട്ടന് ഇച്ചിരി വിഷമം ഉണ്ടായി എന്ന് തോന്നണം, പക്ഷെ അത് മനസ്സിലാവും. ഞാൻ പറഞ്ഞത് എന്താണെന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ മനസ്സിലാവും. അതെന്താണെന്നറിയോ, പറഞ്ഞ കാര്യം കറക്റ്റാണ്, പക്ഷേ ആ സമയത്ത് അത് വേണ്ടിയിരുന്നില്ല എന്ന് ട്രോളുകൾ കണ്ടപ്പോൾ തോന്നി. ഇതൊരു വലിയ വാർത്തയായില്ലേ, ആ സമയത്ത് തോന്നി വേണ്ടായിരുന്നു എന്ന് തോന്നി. കാരണം നമ്മൾ പറയുന്നത് എത്രത്തോളം ശരിയാണെങ്കിലും ഓപ്പോസിറ്റുള്ള ഒരാൾ അതിനൊരു കൂടെ ഇരിക്കുകയാണ്. ഓപ്പോസിറ്റുള്ള ആള് ഈ പറഞ്ഞ പോലെ അതിന്റെ ഒരു എഫക്റ്റ് അനുഭവിച്ചുകൊണ്ടിരിക്കുവല്ലേ. അപ്പൊ അത് വേണ്ടിയിരുന്നില്ല. ഏറ്റവും ദേഷ്യം എന്തിനോടാണ് തോന്നാറുള്ളത്? ഏറ്റവും ദേഷ്യം അത് കോമഡിയാണ്. ഏറ്റവും ദേഷ്യം എന്തിനോടാ തോന്നുന്നത്? ചില കാര്യങ്ങളിലോട് എനിക്ക് ദേഷ്യം തോന്നും, ഭയങ്കര സില്ലി ആയിട്ടുള്ള കാര്യം. പക്ഷെ അത് പറയണം. എനിക്ക് നിങ്ങൾ പുരുഷന്മാരോടാ പറയാനുള്ളത്. ദേഷ്യം വരും എനിക്ക് ആ കാര്യം കാണുമ്പോൾ. ഇപ്പോൾ ഞാനും ചേട്ടനൊക്കെ നമ്മളിപ്പോൾ ഇപ്പോൾ ഇങ്ങനൊരു ലൊക്കേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിലൊക്കെ ഒരു പൊതുവായിട്ടുള്ളൊരു ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നവരാണ്. പലപ്പോഴും പുരുഷന്മാർക്ക് ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ അറിയില്ല. ഇതിൻ്റെ പുറകെ ചെല്ലുന്ന സ്ത്രീകൾ അനുഭവിക്കുന്നൊരു ബുദ്ധിമുട്ടുണ്ട് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഏതൊക്കെ ലൊക്കേഷനിൽ ചെന്നാലും അതിൻ്റെയൊക്കെ വാതിലിൽ ടോയ്ലറ്റിൽ എഴുതി വെക്കും, നിർബന്ധമായും ഇത് സ്ത്രീകൾ പോകുന്ന ടോയ്ലറ്റാണ്, അഥവാ പുരുഷന് പോകണമെങ്കിൽ ടോയ്ലറ്റിൻ്റെ സീറ്റ് പൊക്കി വെച്ചതിന് ശേഷം മാത്രം യൂറിൻ പാസ് ചെയ്യുക എന്ന് കൃത്യമായിട്ട് എഴുതി വെക്കും. നിങ്ങൾ ഭാര്യനോട് ചോദിച്ചു നോക്കിക്കോളൂ, നമ്മൾ ചെല്ലുമ്പോൾ സീറ്റിൽ അല്ല, നമ്മളിപ്പോ ഇതുപോലെ സ്വാഭാവികമാണ് കേട്ടോ, സ്വാഭാവികമല്ല, ഇതാണ് നടക്കുന്നത്. എന്റെ വീട്ടിലും ഇതിന് ചൊല്ലി വഴക്കുണ്ടായിട്ടുണ്ട്. ഞങ്ങള് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നില്ല, നമ്മളിങ്ങനെ നോക്കും. ഇങ്ങനെ നോക്കുമ്പോ ഉണ്ട്, ഇനി ഇതിനകത്ത് ഇരിക്കാൻ പറ്റില്ല. പല സ്ത്രീകളും വായുവിൽ നിന്നാണ് കാര്യം സാധിക്കുന്നത്. എന്ത് ബുദ്ധിമുട്ടാണ് പ്രായമുള്ളവരൊക്കെ അങ്ങനെ നിൽക്കാനായിട്ട്. ജസ്റ്റ് അത് ശ്രദ്ധിക്കാത്തത് കൊണ്ട് എനിക്ക് ആണുങ്ങളോട് ഭയങ്കര ദേഷ്യമുണ്ട്. അതാണ് ഏറ്റവും ദേഷ്യം. അതെനിക്ക് ഭയങ്കര ദേഷ്യമാണ്. പിന്നെ ദേഷ്യം എനിക്കങ്ങനെ പൊതുവേ ദേഷ്യം, നന്നായിട്ട് ചെയ്യുന്ന ആണുങ്ങളോട് ദേഷ്യമൊന്നും. ചിലർ പോയി എന്ത് നീറ്റായിരിക്കും അറിയാം, പക്ഷെ ഒരു 80% പേരും തെറ്റിക്കും. ഇത് ഇടണ്ടോ, ഇതാണ് ഇടേണ്ടത്. അല്ല ഇപ്പം മഞ്ജു പറഞ്ഞത് ഒരു പോയിന്റ് ആണ് കേട്ടോ. അല്ല ഞാൻ സ്കൂളിലൊക്കെ എന്നെ ഗസ്റ്റ് ആയിട്ട് വിളിക്കുമ്പോൾ ഞാൻ പിള്ളേരോടൊക്കെ പറയും, നിങ്ങൾ പ്രേമിക്കേണ്ടെന്നും അതൊന്നൊക്കെ ഇവരൊക്കെ പറയും, അതൊന്നും ശ്രദ്ധിക്കേണ്ട. നിങ്ങൾ ആ പ്രായത്തിൽ പിള്ളേര് പ്രേമിക്കില്ലേ? പിന്നെ ടോയ്ലറ്റിൽ പോയിട്ട് വൃത്തിയായിട്ട് പോയില്ലെങ്കിൽ ചന്തിക്കിട്ട് അടി തരുമെന്ന് പറയും. വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിക്കണേന്റെ സീറ്റ് പൊക്കി വെക്കണം. നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായില്ലേ? വെള്ളം ഒഴിക്കണമല്ലോ. വെള്ളം ഒഴിക്കും, വെള്ളം ഇവരൊഴിക്കും, സീറ്റ് പൊക്കി വെക്കൂല. അവിടെ എല്ലായിടത്തും നിക്കാൻ കൂടി പറ്റൂല. ഇതാണ് അവസ്ഥ. അല്ല, ഇത് തമാശയായിട്ട് എടുക്കുന്ന ഒരു കാര്യമാണ്, പക്ഷെ ഇത് ഭയങ്കര സീരിയസ് ആണ് കേട്ടോ. സ്ത്രീകളാണ് അനുഭവിക്കുന്നത്. അപ്പൊ ലൊക്കേഷൻ വന്നതിന്റെ മറ്റുള്ളവരൊക്കെ നിയന്ത്രിക്കുമല്ലോ ഈ കാര്യത്തില്. ഇവിടെ തുടങ്ങിയതേ ഉള്ളൂ. ഇത് കേട്ടിട്ടാണ് ഇവിടെ ഉള്ളൊരു ബാക്കിയുള്ള. ഞാൻ ഇന്ന് ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അതേ സാറിനോട് പറയണം. അതല്ലേ, ചില ആൾക്കാർക്ക് ഭയങ്കര പാടായിരിക്കും അങ്ങനെ പോവാൻ. അല്ല, ഇത് സീരിയസ് ആയിട്ടുള്ള ഈ മുട്ടിനൊക്കെ സർജറി ഒക്കെ ചെയ്തവരൊക്കെ ഉണ്ടാവും, അവർക്ക് ഇങ്ങനെയൊക്കെ കുഞ്ഞൊക്കെ നിക്കാന്ന് പറഞ്ഞ പാടാണ്. അതിന്റെ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ മനസ്സിലാക്കാത്തോണ്ടാ. അല്ല, സത്യം കേട്ടോ. അതെ, ഇത് നിങ്ങൾ ചിരിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ, കാര്യമായിട്ട് പറഞ്ഞതാണ്. ചിരിച്ചോണ്ടെടുക്കുമ്പോഴും അതിനകത്ത് സീരിയസ് ഉണ്ടെന്ന് മനസ്സിലായി. അത് കൃത്യമായ പോയിന്റാന്ന് ഞാൻ ഇപ്പോഴും എടുത്തു പറയുന്നുണ്ടെന്നേ. അത് എല്ലാ വീട്ടിലും അനുഭവിക്കുന്ന എടുത്തു പറഞ്ഞില്ലേ? ഞാൻ എന്റെ കാര്യം കൂടെ പറഞ്ഞില്ലേ, അതിന്റെ അപ്പുറത്തേക്ക് എന്ത് പറയാനുള്ളത്? അത് കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരും. എന്തോ പെട്ടെന്ന് നമുക്ക് വായുവെള്ളം മേടിക്കാൻ പോകുന്ന സ്പീഡാണ് പോയിട്ട് പെട്ടെന്ന് പോകണം എന്നുള്ള ഇറങ്ങി. അതിനുള്ളിൽ ഞാൻ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അതെ, നമ്മളൊരു അത്യാവശ്യത്തിന് ചെല്ലുമ്പോഴല്ലോ ദൈവം ഇതൊക്കെ ഇനി കഴുകി വൃത്തിയാക്കിയിട്ട് വേണ്ടേ എന്നൊരു ചോദ്യമുണ്ട്. ഓക്കെ, അതൊരു കാര്യം. രണ്ട്, ഇതേപോലെ ഈ ബോഡി ഷെയ്മിങ് ബോധപൂർവം അല്ലാതെ ഒക്കെ നടത്തുന്ന പാവം മനുഷ്യരൊക്കെ ഉണ്ടാവും. അതൊക്കെ കാണുമ്പോൾ എനിക്ക് ദേഷ്യം തോന്നും. എനിക്ക് അവരോടൊപ്പം മിണ്ടാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ കാണുമ്പോൾ എനിക്ക് ദേഷ്യം തോന്നും. പിന്നെ പൊട്ടം കളിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇങ്ങനെ പൊട്ടനായിട്ട് അഭിനയിച്ചിട്ട് അങ്ങനെ ആളുകളെ പറ്റിച്ച് മുന്നോട്ട് പോകുന്ന കുറച്ച് ആൾക്കാരുണ്ട്. എസ്പെഷ്യലി ഈ പറയുന്ന പോലെ ആർട്ടിസ്റ്റ്, പൊട്ടിക്കുട്ടി, മണ്ടിക്കുട്ടി, ക്യൂട്ട്നെസ്. പക്ഷേ എല്ലാം അറിയാം. നമ്മൾ ഉപദ്രവിക്കേണ്ട വിധത്തിലൊക്കെ അവർ ഉപദ്രവിക്കുകയും ചെയ്യും. എന്നിട്ട് പൊട്ടിക്കുട്ടിയായിട്ട് അഭിനയിക്കും. അത് കാണുമ്പോൾ ഭയങ്കര ദേഷ്യം വരും. അങ്ങനെ ആരാണ് ചെയ്തത്? അയ്യടാ, ഇത്രേ പറയാൻ പറ്റുള്ളൂ. അല്ല, മഞ്ജു എന്നോടൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായതുകൊണ്ടാണല്ലോ മഞ്ജു പറയുന്നത്. അല്ലാതെ മഞ്ജു ഒരിക്കലുമല്ല. മഞ്ജുവിന്റെ അടുത്ത് നല്ലതായിട്ട് പൊട്ടിക്കുട്ടിയായിട്ട് എന്ന് ന്യൂട്രലിൽ നിന്നിട്ട് മഞ്ജുവിൻ്റെ ഉള്ള പണി തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ മഞ്ജു പറയാൻ പറ്റില്ല. പണിയൊന്നും തന്നിട്ടൊന്നുമില്ല. അങ്ങനെയൊന്നുമല്ല. അങ്ങനെയല്ല, അങ്ങനെ അല്ലല്ലോ ഇയാൾ, അങ്ങനെ അല്ലല്ലോ. പിന്നെ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത്? ചിലപ്പോൾ അവരുടെ നിലനിൽപ്പായിരിക്കും. നിലനിന്ന് പോട്ടെ, നമ്മൾ അതിനെ തിരുത്താനൊന്നും നിൽക്കില്ല. അങ്ങനെ ഉണ്ട്, ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ല. അങ്ങനെ ഉണ്ട്, അതുകൊണ്ടല്ലേ പറയുന്നത്. അത് കൃത്യമാണ്. മഞ്ജുവിന് ഒരാള് മഞ്ജുവിന് എപ്പോഴും കൂടെ ഉണ്ട് എന്ന് തോന്നുമ്പം ആരെയായിരിക്കും വിളിക്കുക? ആരെയായിരിക്കും വിളിക്കാന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം അമ്മച്ചിനെ വിളിക്കും. അമ്മച്ചിയായിരിക്കും വിളിക്കുക. ഏറ്റവും ആദ്യം അമ്മച്ചിനെ വിളിക്കും. അമ്മച്ചിക്കും കേട്ടാൽ ടെൻഷൻ അടിക്കണ വല്ല കാര്യമാണെങ്കിൽ സിമീനെ വിളിക്കും, എൻ്റെ കൂട്ടുകാരി. ഒരു ഫ്രണ്ട് എന്ന് പറയാനാണെങ്കിൽ ഒരാളുടെ പേര് ആദ്യം പറയാൻ ആരെ കഴിയും? ഓഫ് കോഴ്സ് സിമി തന്നെയാണ്. എൻ്റെ ആൺസുഹൃത്തുക്കളാണോ കൂടുതൽ, പെൺസുഹൃത്തുക്കളാണോ കൂടുതൽ? എല്ലാവരും ഉണ്ട്. ആൺസുഹൃത്തുക്കളും പെൺസുഹൃത്തുക്കളും. എനിക്ക് കുറേ സുഹൃത്തുക്കളുണ്ട്. ഒരാൾ ചതിച്ചു എന്ന് പറഞ്ഞാൽ അയാളെ എങ്ങനെ പിന്നീട് നോക്കിക്കാണും? നമുക്കിപ്പോൾ ഞാൻ പറയാണ് മഞ്ജുവിനെ ഇന്നാൾ ചതിച്ചിട്ടുണ്ട് മഞ്ജു, അത് എനിക്ക് കൃത്യമായിട്ട് എൻ്റെ മുമ്പ് വെച്ച് പറഞ്ഞാൽ മഞ്ജു എന്ന് ഞാൻ പറയുന്നു. മഞ്ജു ഞാൻ പറയുന്നത് വിശ്വസിക്കുമോ? നേരിട്ടുണ്ടായെങ്കിൽ വിശ്വസിക്കുമോ? പറഞ്ഞതുകൊണ്ട് വിശ്വസിക്കൂല. അതിന് എന്തെങ്കിലും പ്രൂഫ് എനിക്ക് കാണണം. കണ്ടാൽ ഞാൻ അവരോട് തീർച്ചയായിട്ടും ചോദിക്കും. നേരിട്ട് ചോദിക്കുമോ അതോ പിന്നീട് മനസ്സിൽ വെച്ച് പ്രവർത്തിക്കും? അയ്യോ ഇല്ലില്ല, നേരിട്ട് ചോദിക്കും. നീ അങ്ങനെ ചെയ്തിരുന്നോ എന്ന് ചോദിക്കും. ചെയ്തിരുന്നു എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ആ വ്യക്തിയെ എൻ്റെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്തും. പിന്നെ അങ്ങനെ വ്യക്തികളെ മാറ്റി നിർത്തി ഇല്ല, ഇതുവരെ ഇല്ല. മാറ്റി നിർത്തേണ്ടായി വന്നിട്ടില്ല, ഇതുവരെ വന്നിട്ടില്ല. ഇനി ഒരു ജീവിതം തുടങ്ങി എന്ന് പറയാം അല്ലേ? നമ്മൾ ജീവിതം തുടങ്ങിയിട്ടുള്ളൂ. നമ്മളിപ്പോഴാണ് സേഫായി സ്വന്തം വീടായി. ഇനി ഒരു ജീവിതം തുടങ്ങിയ യാത്രയിൽ നമുക്ക് ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്താൽ നമുക്ക് കൊള്ളാമെന്ന് തോന്നുന്ന ഒരു ഫീൽഡ് എന്തായിരിക്കും? അഭിനയം മാത്രമായിരിക്കുമല്ലോ നമ്മുടെ ലക്ഷ്യം. നമുക്ക് നേരത്തെ പറഞ്ഞ പൈസ വേണമല്ലോ നമുക്ക്. അപ്പൊ നമുക്ക് ഇനി എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ എന്താ? എനിക്ക് ഇനി ഒരു ഇതുണ്ടായാൽ എനിക്ക് അത് ചെയ്യണം എന്നാണ് ആഗ്രഹം. ഒരു നല്ല ഭക്ഷണം കൊടുക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടാവണം. അത് ഇന്ത്യ മുഴുവൻ ഒക്കെ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡാവണം എന്നൊക്കെ അത് ചിലപ്പോൾ ഞാനൊരു 4-5 വർഷത്തിനുള്ളിൽ ആ സ്വപ്നത്തിലോട്ടൊക്കെ ചിലപ്പോൾ എടുത്തു വെക്കാൻ ദൈവം അനുഗ്രഹിച്ച. പൈസ ഇല്ല, പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 5 വർഷം പറഞ്ഞത്. 5 വർഷം കൊണ്ട് അങ്ങനെ ഒരു സ്വപ്ന പദ്ധതി നടപ്പാക്കണം എന്ന് വെച്ചാൽ ഇങ്ങനെ എന്താ പറയാ, നല്ല ഫുഡ് കൊടുക്കണം. ഈ കുന്തം കുറച്ചക്രമൊന്നും ചേർക്കാത്ത നല്ല ഭക്ഷണം എനിക്ക് ഫുൾ ടൈം അവിടെ നിൽക്കണം. അപ്പൊ ഞാൻ ഇതിൽ നിന്നൊക്കെ മാറും. മക്കൾ എപ്പോഴും ഫുൾ സപ്പോർട്ടാണോ? മക്കളെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു മോനേ ഉള്ളൂ. മോൻ ഫുൾ സപ്പോർട്ടാണ്. പിന്നെ അവനെക്കാളും ഒരിക്കലും ഇല്ല. ഞാൻ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഞാൻ ബർണാച്ചൻ കുഞ്ഞിനെ ചിന്തിക്കും. അവനെ ചിന്തിച്ചിട്ട് അവൻ്റെ ഫ്രണ്ട്സിന്റെ മുമ്പിൽ മോശമായി പോവോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ വളരെ കെയർഫുള്ളായിട്ടാണ്. ഇപ്പൊ അവൻ കുറച്ചും കൂടി വലുതായില്ലേ. അവൻ്റെ കുഞ്ഞിലേക്ക് അവൻ പിന്നെ ചെറിയ കുട്ടിയായിരുന്നിരിക്കും. ഇപ്പൊ അവൻ +1 ആയി. അവൻ എന്നെക്കാളും കൂടുതൽ കൂട്ടുകാരുണ്ട്. അവൻ അവിടെ പോകുന്നു ഇവിടെ പോകുന്നു, ഭയങ്കര ബിസിയാണ് അവൻ. അപ്പം അതുകൊണ്ട് അവൻ്റെ സുഹൃത്തുക്കളുടെ മുമ്പിൽ തല കുനിക്കാൻ പാടില്ല എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ആരോടെങ്കിലും എതിർത്ത് സംസാരിക്കേണ്ടതായി വന്നിട്ടുണ്ടോ? എനിക്കോ? പിന്നെ മുഖത്ത് നോക്കി അതൊക്കെ ഇഷ്ടം പോലെ സംസാരിക്കൂലേ നമ്മള്. അല്ല, നമുക്കുണ്ടായ ഒരു ദുരനുഭവത്തിലായിരിക്കുമല്ലോ പറയുന്നത്. ദുരനുഭവത്തിലായിരിക്കും നമ്മൾ അത്രയും എതിർക്കുക. അത്തരം ഒരു അനുഭവം ഉണ്ടായിരിക്കുന്ന വേദിയിലായിരിക്കും പറയുക, മുഖത്ത് നോക്കി പറയുക. അത്തരം ഒരു ദുരനുഭവം ഓർക്കുവാണെങ്കിൽ ഏതോർക്കും?
ദുരനുഭവമല്ല, വളരെ കോമഡി ആയിട്ടുള്ള അനുഭവങ്ങളൊക്കെ എനിക്കങ്ങനെ എന്നെ ഒരാൾ ശാരീരികമായിട്ട് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ തൃശ്ശൂർ ഇതായിരുന്ന സ്ഥലം, അവിടെ ഇതേപോലെ കുടുംബശ്രീയുടെ ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ സ്റ്റേജിൽ നിന്നൊരു മഹത് വ്യക്തി ഇതേപോലെ പറഞ്ഞു, ഞാനിങ്ങനെ സീരിയലൊന്നും കാണാറില്ല, ഇങ്ങനെ ഒരു സീരിയൽ നടീനെയാണ് വിളിക്കുന്നത് പറഞ്ഞപ്പോൾ എനിക്കത് വലിയ വലിയ വാർത്തയായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ ഞാൻ അവിടെ വെച്ച് പ്രതികരിച്ചായിരുന്നു, വലിയ വാർത്ത വന്നു, വലിയ വാർത്തയായിട്ട് വന്നത്. അദ്ദേഹം അത്ര വലിയ ആളാന്നൊന്നും എനിക്കറിയില്ല. ഇനിയിപ്പോ ആരാണെങ്കിലും പറയും ചേട്ടാ, കാരണം അങ്ങനെയൊക്കെയുള്ള സമയത്താണ് ഞാൻ തുറന്നു പറയുള്ളൂ. അല്ലാതെ ചിലപ്പോൾ എന്നെ ഉപദ്രവിക്കാനൊക്കെ വന്നാൽ ഞാൻ ഓടിക്കളയും. എനിക്ക് ശാരീരികമായിട്ട് അത്ര ശക്തിയൊന്നുമില്ല, ഇതൊക്കെയുള്ളൂ. ഈ ആഡംബരത്വം എനിക്ക് അങ്ങനെ എന്റെ ദേഹം തോന്നതൊക്കെ എനിക്ക് പേടിയാ. എനിക്ക് സംസാരിക്കാൻ സാധിക്കും. ഈ സിനിമാ മേഖല അല്ലെങ്കിൽ സീരിയൽ മേഖലയിലാണെങ്കിൽ പൊതുവെ പറയുന്ന അഡ്ജസ്റ്റ്മെന്റുകൾ പറയുന്നുണ്ട്, നമ്മൾ കേട്ട് പോകാം. അതൊന്നും ഇപ്പൊ ഉണ്ടെന്ന് വിശ്വസിക്കുന്നതല്ല. അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ മഞ്ജുവിന്റെ അടുത്ത് പറയാം, മഞ്ജു ഇങ്ങനെ ഒരു ഇതുണ്ട്, അത് നമുക്കൊരു ഇങ്ങനെയൊക്കെയാണ് സിനിമാ മേഖല, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അനുഭവങ്ങൾ മഞ്ജുവിന് ഉണ്ടായിട്ടുണ്ട്? ഇല്ല. ഒന്ന് എനിക്ക് തോന്നുന്ന അങ്ങനെ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ വന്നത് ദുർഗല ഭാര്യ എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോയുടെ ഭാഗമായിട്ടാണ് വന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മളൊരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ലേഡിയാണെന്നും എൻ്റെ ഹസ്ബൻഡിനെ എല്ലാവർക്കും അറിയാം, എൻ്റെ കുഞ്ഞിനെ എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്നത് കൊണ്ടായിരിക്കണം എല്ലാവർക്കും എവിടെ ചെല്ലുമ്പോഴും എന്നെ ഇങ്ങനെ മഞ്ജുമ്മ എന്നാണ് എല്ലാവരും വിളിക്കാറ്. അപ്പം അതിനപ്പുറത്തേക്കൊരു ചിന്തയൊന്നും ആർക്കും എൻ്റെ അടുത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും വളരെ സ്നേഹമായിട്ട് തന്നെ പെരുമാറിയിട്ട്, അല്ലാതെ അങ്ങനൊരു ദുരനുഭവം എനിക്ക് വന്നിട്ടില്ല. കുടുംബബന്ധം നിലനിർത്താനാണ് ശ്രമിക്കാതെ കുടുംബബന്ധത്തിൽ പാളിച്ചകൾ വരുമ്പോൾ അത് വേണ്ടാന്ന് വെക്കുകയാണ് ചെയ്യുന്നത്? നിലനിർത്താനാണ് ശ്രമിക്കുന്നതല്ലോ, നിലനിർത്താൻ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പാളിച്ചകൾ ഉണ്ടാവുന്നുണ്ടോ? നിങ്ങളെങ്ങോടെ കയറിപ്പോ? അല്ല, പാളിച്ചകൾ ഉണ്ടാകാറുണ്ടോ? ഇല്ല. പാളിച്ചകളൊക്കെ വരും, പിന്നെ മനുഷ്യനല്ലേ, തെറ്റുകൾ സംഭവിക്കില്ലേ, പാളിച്ചകൾ സംഭവിക്കില്ലേ. അപ്പൊ അതൊക്കെ തിരുത്തി മുമ്പോട്ട് പോകണം. തിരുത്താൻ ശ്രമിക്കുന്നു, തിരുത്തപ്പെടുമെന്ന് വിശ്വസിക്കുന്നു, അല്ലെ? അതറിയില്ല, അത് വഴിയെ നോക്കണം. അങ്ങനെയാണല്ലോ നമ്മുടെയൊക്കെ പ്രാർത്ഥന. തിരുത്തപ്പെടട്ടെ, എന്തിനാണെങ്കിലും നല്ലതിന്. അല്ല, അതാണോ തിരുത്തപ്പെടുന്നതാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് നമുക്കെന്നും മുന്നോട്ടുള്ള യാത്രയ്ക്ക് നമുക്ക് കൂടെ ആള് വേണം. പിന്നില്ല, അല്ലെ? അപ്പൊ തിരുത്തപ്പെട്ട് അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കൂടെ ഒരാളില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ലേ? ജീവിക്കണ്ടേ? നമുക്ക് പുറകെയുള്ള ആൾക്കാർക്ക് വേണ്ടി ജീവിക്കണ്ടേ, നമുക്ക് വേണ്ടി ജീവിക്കണ്ടേ? ഒരാൾ കൂടെ ഇല്ലെങ്കിൽ ഉടനെ അയ്യോ എന്നാ ഇനിയിപ്പോൾ ആരും കൂടെ ഇല്ല, പോയി ചത്തേക്കാന്ന് ആരെങ്കിലും വിചാരിക്കുമോ? ആ സാഹചര്യം നമ്മൾ തരണം ചെയ്യും. എനിക്ക് എന്നോട് സ്നേഹമുണ്ട്, എനിക്ക് എന്നെ സ്നേഹിക്കണം, എൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കണം, എനിക്ക് ചുറ്റുമുള്ളവരെയൊക്കെ സ്നേഹിക്കണം, അവർക്ക് വേണ്ടിയൊക്കെ എനിക്ക് ജോലി ചെയ്യണം, അവരെയൊക്കെ തൃപ്തിപ്പെടുത്തണം എനിക്ക്. അപ്പോൾ അങ്ങനെ നമുക്ക് വാശിയൊന്നും പിടിക്കാൻ പറ്റില്ല. ദൈവം നമുക്ക് എന്താ കരുതി വെച്ചിരിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല. ഉള്ള സാഹചര്യത്തിൽ എന്താണോ അതിനോട് നീതി പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകും. വേണ്ട എന്ന് വെച്ചാൽ പിന്നീട് ആരെങ്കിലും പറഞ്ഞാൽ അതിനെ തിരിച്ചെടുക്കുമോ? വേണ്ടെന്ന് വെച്ചാൽ വെച്ചതാ. അത് സുഹൃത്തുക്കളാണെങ്കിലും ബന്ധങ്ങളാണെങ്കിലും തിരിച്ചെടുക്കില്ല. വേണ്ടാന്ന് വെച്ചാൽ അത് ഞാനൊരാളെ വേണ്ടാന്ന് വെക്കണമെങ്കിൽ അത് അത്രയും എന്നെ ഹേർട്ട് ചെയ്തിട്ടാണ്, അത്രയും നമുക്ക് പറ്റാതാവുമ്പോഴാണ് നമ്മളത് വേണ്ടാന്ന് വെക്കുന്നത്. അത് അതുവരെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അപ്പം അവിടെ ഞാൻ വേണ്ടാന്ന് വെക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ടാത്തത് കൊണ്ടാണ്. പിന്നെ അതിനെ തിരുത്തി ചെയ്ത് ദൈവം നമുക്ക് ഒരു പ്രാവശ്യമൊക്കെ ബുദ്ധി പറഞ്ഞു തരുള്ളൂ. വീണ്ടും പോയിട്ട് പിന്നെ അവിടെ തന്നെ പോയി എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നാറുണ്ട്. ഇടിയും ഈ ഗാർഹിക പീഡനമൊക്കെ അനുഭവിക്കുന്ന സ്ത്രീകളുണ്ടല്ലോ, ഇടിയും കുത്തും ചവിട്ടും. ഇത് കഴിഞ്ഞിട്ട് അടുത്തതും പോയി കല്യാണം കഴിക്കും. എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല, എൻ്റെ ഈശ്വരൻ ഇത്രയും പീഡനം അനുഭവിച്ചിട്ട് പിന്നെ ഇങ്ങനെ ഒരു ലൈഫിലേക്ക്, അതും ഒരു ഭാഗ്യപരീക്ഷണമല്ലേ? അവിടെ ഇത് തന്നെയാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ ഒരു പ്രാവശ്യമൊക്കെ ദൈവം ബുദ്ധി തോന്നിപ്പിക്കുകയുള്ളൂ. പിന്നെയും ചെന്ന് അബദ്ധത്തിൽ ചാടട്ടെ എന്ന് വിചാരിക്കും. വേണ്ടാന്ന് വെച്ചാൽ വേണ്ട, തിരുത്തപ്പെടില്ല. തിരുത്തപ്പെടുന്നതിന് പിന്നെ പ്രസക്തി ഇല്ലല്ലോ. നമ്മൾ ഒറ്റ ദിവസം കൊണ്ടുള്ള ഒരു ഡിസിഷൻ അല്ല അത്. നമ്മൾ എത്രയോ നാള് യാത്ര ചെയ്ത് അഡ്ജസ്റ്റ്. ഞാൻ എല്ലാത്തരം സൗഹൃദമായാലും റിലേഷൻഷിപ്പ് ആണെങ്കിലും എല്ലാത്തിൻ്റെയും കാര്യമാണ് പറയണത്. നമ്മൾ 5-6 വർഷം എടുത്തിട്ടായിരിക്കും ഈ ഒരു ഡിസിഷനിൽ എത്തുന്നത്. ഈ 6 വർഷത്തെ അല്ലെങ്കിൽ ഈ 1 വർഷത്തെ യാത്രയെ തിരുത്താൻ ഒരു ദിവസം കൊണ്ട് പറ്റില്ല. അന്നേ എടുത്ത ഡിസിഷനാണ്. പിന്നെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു പൂത്തിരി പോലെ കിട്ടിയ സ്നേഹമോ ചിരിയോ എന്ന് അന്നേരം ആലോചിക്കില്ല. അതിനപ്പുറത്തെ പെയിൻ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ. പെയിൻ അനുഭവിക്കാത്ത മനുഷ്യരാരോ ഉള്ളത്? പെയിനൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം അതൊന്നും എന്നെ വിഷമിപ്പിക്കാറില്ല. ഞാൻ നല്ല ധൈര്യമുള്ളൊരു സ്ത്രീയാണ്. ഭയമുണ്ടോ?
ഇപ്പൊ ഭയമൊന്നുമില്ല ഒന്നിന്. ഭയം എനിക്ക് മോൻ്റെ കാര്യത്തിനെ കുറിച്ചൊക്കെ ഉള്ളൂ. ആകുലത എന്നൊക്കെ പറയില്ലേ, അവൻ സേഫ് ആവണം. അവന് ഒരിക്കലും ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ദൈവം അനുഗ്രഹിച്ച ഒരു തൊഴിലാണ്. പക്ഷെ എൻ്റെ മകൻ അവിടെ വരണം എന്ന് എനിക്ക് ആഗ്രഹമില്ല. അവന് സ്ഥിര വരുമാനമുള്ളൊരു ജോലി വേണം. നാളെ എന്തായിരിക്കും, അങ്ങനെ ഒരു ആകുലതയിൽ അവൻ ജീവിക്കേണ്ട. ഒരു മാസം വർക്കില്ലെങ്കിൽ ഇവിടുത്തെ ആർട്ടിസ്റ്റുകളുടെ എല്ലാവരുടെയും ബാങ്ക് ബാലൻസ് തീരും, ശരാശരി ആർട്ടിസ്റ്റുകളുടെ. ഇവർക്ക് പിന്നെ ആദ്യമാണ്. കാരണം എന്താ, ആർട്ടിസ്റ്റ് ആയിപ്പോയി പുറത്തു കൂടി ഓട്ടോറിക്ഷയിൽ പോയാൽ ഓട്ടോറിക്ഷക്കാരൻ തന്നെ ചോദിക്കും, ആ കാറൊന്നും എടുത്തില്ലേ എന്ന് ചോദിക്കും. ആൾക്കാരുടെ ഇത്തരമുള്ള കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ആകുലതയിൽ എൻ്റെ മകൻ ജീവിക്കേണ്ട. അവനൊരു ജോലി വേണം, സ്ഥിരമായൊരു വരുമാനം വേണം. അത് 10,000 ആണെങ്കിൽ അങ്ങനെ അതിനനുസരിച്ച് അവന് ജീവിച്ചോളണം. എനിക്കത് മാത്രമേ ഉള്ളൂ പ്രാർത്ഥന. ഞാനൊക്കെ നല്ലോണം ടെൻഷനിലാണ്. ഒരു വർക്ക് തീരുമ്പോൾ നമുക്ക് തീരാൻ പോകണമെന്ന് പറയുമ്പോൾ, നിർത്താൻ പോകണമെന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യമാണ്, ദൈവമേ എങ്ങനെ റൊട്ടേറ്റ് ചെയ്യും, അടുത്ത വർക്ക് എങ്ങനെ വരും എന്നുള്ളതാണ്. ഇത് ആരൊക്കെ ഇല്ലയെന്ന് പറഞ്ഞാലും സത്യമാണ് ചേട്ടാ. എല്ലാ ആർട്ടിസ്റ്റുകളും സേഫായിട്ടല്ല ജീവിക്കുന്നത്, എല്ലാവരും ആകുലതയിലാണ്. എൻ്റെ മകൻ സേഫായിട്ട് ജീവിക്കണം. തീർച്ചയായിട്ടും സേഫായിട്ട് ജീവിക്കട്ടെ. മഞ്ജുവിൻ്റെ യാത്ര സേഫായിട്ട് മുന്നോട്ട് പോകണ്ടേ. എന്നാലും കുറേ സമയം നമ്മൾ സംസാരിച്ചു. ഷൂട്ടിംഗ് സ്ഥലത്താണ്, ഷോട്ട് എടുക്കേണ്ട സമയമാണെന്ന് എനിക്കറിയാം. ഡയറക്ടർമാരെല്ലാവരും ബുദ്ധിമുട്ടിങ് നമ്മൾ ഒരിക്കലും ശരിയല്ല. ഷൂട്ടിംഗ് സമയത്ത് വിളിക്കുമ്പോൾ നിർത്താമെന്ന് ഓർത്താണ് വിളിച്ചു എന്ന് എനിക്ക് കണ്ണിൽ നിന്നും എനിക്ക് മനസ്സിലായി. ഇനിയോട് യാത്ര സഫലമാകട്ടെ. മഞ്ജു പറഞ്ഞ പോലെ 5 വർഷത്തിന് ശേഷം വലിയ റെസ്റ്റോറൻറ്റ് ഒരു ഓപ്പൺ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ. പോയതെല്ലാം പോട്ടെ, തിരിച്ചു പിടിക്കാനുള്ളത് തിരിച്ചു പിടിക്കട്ടെ. പോയിട്ടില്ല, എനിക്ക് എല്ലാം കിട്ടിയിട്ടേ ഉള്ളൂ. പോയതെല്ലാം പോട്ടെ, തിരിച്ചു പിടിക്കാനുള്ളത് തിരിച്ചു പിടിക്കട്ടെ. ഒത്തിരി സിനിമകൾ അഭിനയിക്കുക, ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും ഒരുപോലെ മിന്നിത്തിളങ്ങാനുള്ള ഭാഗ്യം മഞ്ജുവിനുണ്ടാകട്ടെ. ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്.